शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। प्रणतोऽस्मि सदा शिवम्। नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रीदक्षिणामूर्तये नमः। हरिः ओम। श्री गुरुभ्यो नमः। ओम नमो नारायणाय। സനാതന ധർമ്മതത്വങ്ങളുടെ ചിന്താവഴിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ താത്വികമായ ചിന്ത അത് എങ്ങനെയാണ് ലോകത്ത് അറിയേണ്ടത്, ആ ചിന്ത എങ്ങനെയാണ് എല്ലാത്തിനെയും ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നത് എന്നൊക്കെയാണ് ചിന്തിച്ചത്. ജീവിതത്തെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ജീവിതം ഏത് ദിക്കിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്
എന്ന് സമഗ്രമായി നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ജീവിത ലക്ഷ്യങ്ങൾ തിട്ടപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകുന്നത്, അതുപോലെ നമ്മുടെ സാമർഥ്യത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാകുന്നത്. ഉപനിഷത്ത് സിദ്ധാന്തമനുസരിച്ച് ഓരോ വ്യക്തിയും പൂർണ്ണ സ്വരൂപമുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും പൂർണ്ണത അനുഭവിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. അതാണ് ഉപനിഷത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, നമ്മളെപ്പോഴും ആവർത്തിച്ച് ചൊല്ലാറുള്ള ഈ പൂർണ്ണമതഃ പൂർണ്ണമിദം എന്ന മന്ത്രം പറയുന്നത്. എല്ലാത്തിൻ്റെയും പരമകാരണമായ ആ സത്യം പൂർണ്ണമാണ്. അതിൽ നിന്ന് ഉണ്ടായതെല്ലാവും പൂർണ്ണമാണ്. അപൂർണമായിട്ട് ഒന്നുമില്ല. അപൂർണമാണ് എന്ന് തോന്നുന്നത് സ്വയം നാം തന്നെ പരിമിതികളെ സൃഷ്ടിക്കുമ്പോഴാണ്. സൃഷ്ടിയുടെ സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാലും ഓരോ കോശവും ഓരോ അണുവും അതിൻ്റെ സ്വരൂപത്തിൽ പൂർണ്ണമാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായ ഒന്നിനെ നാം ഉൾക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരിക്കലും അപൂർണതയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അപൂർണത എന്ന് പറയാനാകില്ല. അതുകൊണ്ട് എപ്പോഴും പൂർണ്ണതയെക്കുറിച്ചൊരു ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് ഈ പൂർണ്ണം എന്ന് പറയുന്നത് സമഭാവം, സമത്വം, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്ന് ഗീതയിലൊക്കെ പറയുന്നത് പോലെ പൂർണ്ണതയും സമത്വവും ഒക്കെ ഒരേ ബ്രഹ്മത്തിൻ്റെ തന്നെ പര്യായങ്ങളാണ്. അപ്പോൾ ഈ പൂർണ്ണതയെ പ്രാപിക്കാൻ പറഞ്ഞ സാധനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാം സ്വയം തെറ്റിദ്ധരിച്ചു പോയ അപൂർണതയെ നിവാരണം ചെയ്യാൻ ചിന്തിക്കുമ്പോഴാണ് ധർമ്മത്തിലൂടെ ആചരണങ്ങളും അതിനുവേണ്ട വ്യവസ്ഥാപിതമായ ജീവിത രീതിയൊക്കെ പറയേണ്ടി വരുന്നത്. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ പൂർണ്ണതയെ നാം പ്രാപിക്കുന്നത്. അപ്പോൾ പൂർണ്ണതയെ പ്രാപിക്കുക എന്ന് പറയുക തന്നെ അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വരൂപാൽ ഓരോരുത്തരും പൂർണ്ണമായിരിക്കുന്നു. ഓരോ കണവും പൂർണ്ണമാണ് എങ്കിൽ പൂർണ്ണതയെ പ്രാപിക്കുക എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? അപ്പം അതിനുവേണ്ടി ചില ചിന്തനങ്ങൾ ആവശ്യമാണ്. ആ വിചാരം നമ്മുടെ മനസ്സിൽ വരാനും അതോടൊപ്പം അത് നമ്മുടെ സ്വരൂപമാണെന്ന് സ്വയം വിശ്വസിച്ച് അനുഭവിക്കാനും ചില ക്രമങ്ങളൊക്കെ ആവശ്യമാണ്. ആ ക്രമങ്ങളെയാണ് പല ഘട്ടങ്ങളിൽ സാധനയായിട്ട് പറയുന്നത്. അപ്പം അതിൽ ഇന്നലെ കുറച്ച് സാധനകളെക്കുറിച്ച്
സംക്ഷേപമായിട്ട് വിചാരം ചെയ്തു. ആശ്രമധർമ്മങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയാ പറയാം. നമ്മുടെ വേദശാസ്ത്രങ്ങളിലുള്ളൊരു പ്രത്യേകത, ഏത് സാധന എവിടെ നിന്ന് തുടങ്ങിയാലും അതിനെ വിശ്വവ്യാപകമായി കാണാനാണ് പറയുക. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വരൂപം ഭഗവത്ഗീതയിൽ വർണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഗവതത്തിൽ വർണ്ണിക്കുമ്പോൾ വിരാട് രൂപത്തിലാണ് വർണ്ണിക്കുന്നത്. എല്ലാത്തിലും വ്യാപ്തമായിരിക്കുന്ന രൂപത്തിലാണ് വർണ്ണിക്കുന്നത്. ഗീതയുടെ 10ാധ്യായത്തില് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചതുപോലെ പർവ്വതങ്ങളുടെ രൂപത്തിലും നദിയുടെ രൂപത്തിലും വൃക്ഷങ്ങളുടെ രൂപത്തിലും അങ്ങനെ ഓരോ ചരാചരങ്ങളുടെ സൃഷ്ടിയിലുള്ള എല്ലാത്തിൻ്റെയും രൂപത്തിൽ ഭഗവാൻ സ്വയം വർണ്ണിക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു നിർത്തുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. എല്ലാത്തിനെയും ശാസിക്കുന്ന, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ആ ഈശ്വരൻ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ അവിടെ ചോദ്യം വരുന്നത്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ? ലോകത്ത് ഏറ്റവും പുരാതനമായ ഏകദൈവവാദം, അതല്ല ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത്, ആ ഒരു വാദം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് വാദം, അത് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ടും വ്യാപകമായിട്ടും പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിലെ ഉപനിഷത് ഗ്രന്ഥങ്ങളിലാണ്. അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ മൗലിക സിദ്ധാന്തം നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞ ആ ഒരു ബ്രഹ്മത്തിൻ്റെ സ്വരൂപം, അതിൻ്റെ തന്നെ ഒരു സൃഷ്ടിയുടെ ഭാവത്തിൽ ഒരു സ്വാഭാവികമായ മായാശക്തിയോടുകൂടിയൊക്കെ പറയുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദൈവവാദത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ഏകേശ്വരവാദം തന്നെയാണ്. ഭഗവത്ഗീതയിൽ എത്രയോ ശ്ലോകങ്ങളിൽ അത് വ്യക്തമാണ്, ഉപനിഷത്തുകളിൽ വ്യക്തമാണ്. യപൃഥിവ്യാം തിഷ്ഠൻ യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം യം പൃഥിവീം അന്തരോ യമയതി. ഈശ്വര സർവഭൂതാനാം ഹൃദയേഷു തിഷ്ഠതി എന്നുള്ള ആ ഗീതാവാക്യത്തിൻ്റെ ഉപനിഷത്ത് വാക്യമാണ് ഉപനിഷത്തില്, ബൃഹദാരണ്യക ഉപനിഷത്തില് അന്തര്യാമി ബ്രാഹ്മണം എന്ന ഭാഗത്ത് വർണ്ണിക്കുന്നത്. ആ ഒരു അധ്യായത്തിൽ അങ്ങനെ വർണ്ണിക്കുന്നു. അപ്പോൾ പൃഥ്വി ഒരു ശരീരമാണ്, നമ്മുടെ ശരീരം പോലെ തന്നെ ഒരു ശരീരമാണ്. ആ പൃഥ്വിയുടെ ഉള്ളില് ആത്മാവ് അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്നു, ജലത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു, അതുപോലെ വായുവില്, ആകാശത്തില്, അഗ്നിയില്, എല്ലാത്തിലും ഓരോന്ന് എടുത്തു പറയുന്നുണ്ട് വിസ്തരിച്ച്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ആ ആത്മാവ് ഒന്ന് തന്നെയാണ് കുടികൊള്ളുന്നത്. അതിനെ സൃഷ്ടികർത്താവ് എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈശ്വരൻ എന്ന പേരും ആ സൃഷ്ടിയുടെ കാരണമായിട്ട് പറയുമ്പോൾ ബ്രഹ്മം എന്ന പേരും ഒക്കെ അതിന് തന്നെയാണുള്ളത്. അപ്പം ഏക ഈശ്വരനാണ്, ആ ഈശ്വരൻ പൂർണ്ണനാണ്. ഈശ്വരൻ എല്ലാവരിലും കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ, എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ, ചരങ്ങളിലും അചരങ്ങളിലും ഉണ്ട്. കേവലം ജീവികളിൽ മാത്രമല്ല ഈശ്വരൻ കുടികൊള്ളുന്നത്, പിന്നെയോ അചലങ്ങളായിട്ടുള്ള നമ്മൾ ജഡപദാർത്ഥങ്ങൾ എന്ന് പറയുന്ന അതിലൊക്കെ ഈശ്വര ചൈതന്യമുണ്ട്. എല്ലാത്തിലും ഉണ്ട് എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ പ്രാണനുള്ളത് അതുപോലെ ആയിരിക്കില്ല മറ്റ് പദാർത്ഥങ്ങളിൽ പ്രാണന്റെ സഞ്ചാരം, പ്രാണന്റെ സ്ഥിതി. പ്രാണതത്വത്തെക്കുറിച്ചും വളരെ വിസ്തരിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വ്യാഖ്യാനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഈശ്വരൻ, ആ ഈശ്വരൻ്റെ അനേകം രൂപങ്ങൾ,
അനേകം രൂപങ്ങൾ, അനേകം ഭാവങ്ങൾ, അനേകം ശക്തികൾ. സർവശക്തിയുക്തനാണ് ഈശ്വരൻ, സർവശക്തിമാനാണ് എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ ഓരോ ശക്തിയും ഓരോ ഭാവവും ആരാധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേദത്തിൽ ഇപ്പോൾ രുദ്രവും ചമകവും ഒക്കെ എടുത്ത് നോക്കിയാൽ കേട്ടിട്ടുണ്ടാവും. രുദ്രപാഠം, മഹാരുദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമകമെന്നും പറയും, അതിന് രുദ്ര അഷ്ടാധ്യായി എന്നൊക്കെ പറയും. അതിൽ നോക്കിയാൽ ഭഗവാന്റെ ക്രോധരൂപത്തെയാണ് ആദ്യം നമസ്കരിക്കുന്നത്. മന്യവേ നമഃ. മന്യു എന്ന് പറഞ്ഞാൽ ക്രോധം എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ക്രോധരൂപവും നമസ്കാരയോഗ്യമാണ്. അതിൽ വർണ്ണിച്ചിരിക്കുന്നത് നോക്കിയാൽ അതിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൃക്ഷങ്ങളെയും വൃക്ഷങ്ങളുടെ രൂപത്തിലും നദികളുടെ രൂപത്തിലും ചെറിയ തോടുകളുടെ രൂപത്തിലും അങ്ങനെ എല്ലാ രൂപത്തിലും അവിടെ രുദ്രനെ നമസ്കരിക്കുന്നുണ്ട്. അതും ഭഗവാന്റെ തന്നെ ഭാവമാണ്. അതുകൊണ്ട് ക്രോധരൂപത്തിലുള്ള ഈശ്വരന്മാരും ദൈവങ്ങളും നമുക്കുണ്ട്. എല്ലാത്തിനെയും അങ്ങനെ പല ഭാവത്തിലും ഈശ്വരൻ്റെ പല ഭാവത്തിലും ആരാധിക്കുന്നു. അങ്ങനെയാണ് ഏകദൈവവാദത്തിൽ അധിഷ്ഠിതമായ അനേക ദൈവങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആക്ഷേപസ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയധികം ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? എണ്ണി തീർക്കാൻ പറ്റില്ല. ഇപ്പൊ ആരുടെ അടുത്ത് ചോദിച്ചാലും ടോട്ടൽ എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എത്രയും ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം എത്ര ഉണ്ടെന്ന് നമുക്കത്ര നിശ്ചയമില്ല. പ്രധാന ദൈവങ്ങളുടെ കുറച്ച് പേരൊക്കെ നമുക്കറിയാം എന്നല്ലാണ്ട് അങ്ങനെ നിശ്ചയമില്ല. എന്നാൽ 33 കോടി ദേവന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കണക്ക് എന്ന രീതിയിൽ 33 കോടി. 33 കോടി എന്ന് പറയുമ്പം ഭാരതത്തിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം നമ്മൾ നോക്കിയാൽ അപ്പം എത്ര ഉണ്ടാവും? 33 കോടി ദൈവങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ഒറ്റ ദൈവവാദത്തിൽ അധിഷ്ഠിതമാണെന്ന് ആലോചിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ സിദ്ധാന്തം, സനാതനധർമ്മത്തിൻ്റെ സിദ്ധാന്തം മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥ സനാതനധർമ്മം എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ് നാം ആചരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്തുകൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഈ മൗലിക സിദ്ധാന്തം നമ്മൾ തുടങ്ങിയല്ലോ, ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചത്. ഈ ആത്മാവിലെ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം പറഞ്ഞു പഠിപ്പിക്കുന്നത് ഉപനിഷത്താണ്. അതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള തത്വം. പിന്നെ അതിൻ്റെ ഭേദങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഭേദങ്ങളൊക്കെ ഉണ്ടാക്കിയത്? കാരണം ഓരോ ചരാചരത്തിലും ഈശ്വരഭാവം കാണാനുള്ള ഒരു പരിചയമാണ്, ഒരു അഭ്യാസമാണ് ഈ വൃക്ഷത്തെ പൂജിക്കുന്നതും കല്ലിനെ പൂജിക്കുന്നതും നദിയെ പൂജിക്കുന്നതും. ഇതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ ഇതെല്ലാം നമുക്ക് ഈശ്വരന്മാരാണ്, ദൈവങ്ങളാണ്. അപ്പൊ അങ്ങനെ ദൈവങ്ങൾക്കൊരു കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ കണക്ക് അറിയില്ല എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ കണക്കുണ്ട്, കണക്കില്ലാണ്ടില്ല. അത് പ്രസിദ്ധമായ കണക്ക് 33 കോടി എന്നാണ്. ഈ 33-ന് എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടത് 32 അല്ല, അല്ലെങ്കിൽ 35 അല്ല, അല്ലെങ്കിൽ ഒരു നല്ല സംഖ്യ ഒരു 50-ഓ 100-ഓ ഒക്കെ ആവായിരുന്നു, 100 കോടി എന്നൊക്കെ പറയാറുണ്ട്. ഇനി 33 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ചിന്തിക്കേണ്ടതാണ്. അതിനൊരു കാരണമുണ്ട്. അപ്പൊ 33 എന്ന് പറഞ്ഞുവെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു പ്രത്യേക സംഖ്യ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു ടോട്ടൽ സംഖ്യ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ
ജനസംഖ്യ പറയുന്നത് പോലെ. ഇപ്പൊ ജനസംഖ്യ പറയുമ്പോൾ ഒരു സംഖ്യ പറഞ്ഞാൽ ആ സംഖ്യ അതിൻ്റെ അർത്ഥം എന്താണ്? ജനസംഖ്യ എടുത്തു എണ്ണിയിട്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം പറയുന്നതാണോ അല്ല അർത്ഥം. അതുപോലെ ദൈവങ്ങളുടെ ഒരു സംഖ്യ പറയുകയാണ്, ദൈവസംഖ്യ. ഇപ്പൊ ജനസംഖ്യക്ക് പകരം ദൈവസംഖ്യ എന്നുള്ള രീതിയിലാണല്ലോ ഈ 33 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു വഴിയുണ്ട് അത് തിട്ടപ്പെടുത്താണെന്ന് അർത്ഥം. ഇപ്പൊ ജനസംഖ്യ എടുക്കുന്നത് പോലെ തന്നെ അതിനൊരു വഴിയുണ്ട്. അത് ഈ വേദത്തില് ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആ ഈശ്വരൻ്റെ തന്നെ ഭേദങ്ങൾ അനേകമുണ്ട് എന്ന് പറയുന്നു. അതിൽ 3 ഗുണങ്ങളെ, ഈശ്വരൻ്റെ ശക്തിയായ മായാശക്തിയുടെ 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വ, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളിലൂടെ ചെയ്യുന്ന കൽപ്പിക്കപ്പെട്ടിട്ടുള്ള 3 പ്രവൃത്തികൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ 3 പ്രവൃത്തികൾ ചെയ്യുന്ന 3 ദേവന്മാര്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അപ്പോൾ എന്തായി? ഒന്നായത് 3 ഇങ്ങനെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 ക്രിയകളുടെ അടിസ്ഥാനത്തിൽ 3 ദേവന്മാരെ കൽപ്പിച്ചതുപോലെ ഓരോരോ പ്രവൃത്തികളെയും ഓരോരോ ചലനങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള, അതാണ് ചിന്തിക്കേണ്ടത്, അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഓരോരോ ചൈതന്യമുണ്ട്, ഓരോരോ ദേവഭാവമുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഉപനിഷത്ത് മന്ത്രത്തില് പൃഥ്വിയില്, ഭൂമിയില് ഈശ്വരൻ സ്ഥിതനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്തര്യാമിയായിട്ട്, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ തന്നെ അന്തര്യാമിയായിട്ട് ഭൂമിക്കുള്ളിലും ഉണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വേദത്തിൽ എവിടെയൊക്കെ ദേവതാ ശബ്ദമോ അല്ലെങ്കിൽ ദേവതാ ശബ്ദത്തിന് പകരം പുരുഷ ശബ്ദമോ പ്രയോഗിച്ചാൽ, ദേവതാ ശബ്ദം സ്ത്രീലിംഗത്തിലാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്, ദേവത. പുരുഷ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അത് പുല്ലിംഗത്തിലാവും. അപ്പൊ സ്ത്രീ പുരുഷ ഭേദം കൊണ്ടൊന്നുമല്ല അങ്ങനെ പറയുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാലും ദേവത എന്ന് പറഞ്ഞാലും ചൈതന്യം എന്നാണെന്ന് അർത്ഥം, സാക്ഷി ചൈതന്യം എന്നർത്ഥം. ഇപ്പോ പൃഥ്വിയുടെ ഉള്ളിൽ ദേവത ഉണ്ട് എന്ന് പറഞ്ഞാൽ, പൃഥ്വിയില് നമ്മൾ വെളിയിൽ ജഡമായിട്ട് കാണുന്ന ഈ ഭൂമി അത് വാസ്തവത്തില് ചൈതന്യ അധിഷ്ഠിതമാണ് എന്നർത്ഥം. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ചൈതന്യ അധിഷ്ഠിതമായിട്ടുള്ള ഭൂമിയുടെ ഒരു ഭാഗം, അതിൽ ഒരു പ്രത്യേക കല്ല്, ആ കല്ലിൽ നമ്മൾ പൂജ ചെയ്യുന്നു. കല്ലിൽ പൂജ ചെയ്യുന്നു, ജലത്തിൽ പൂജ ചെയ്യുന്നു, അഗ്നിയെ പൂജിക്കുന്നു. അഗ്നി നമ്മുടെ ദേവതയാണ്, എല്ലാ സംസ്കാരങ്ങൾക്കും സാക്ഷി അഗ്നിയാണ്. വായുവിനെ പൂജിക്കുന്നു. പിന്നെ ആകാശത്തിൽ അരൂപമായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ഇവിടെ കൊല്ലത്തടുത്ത് ഓച്ചിറ എന്നൊരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഓച്ചിറ പരബ്രഹ്മമൂർത്തി എന്നാ പറയാ. അവിടെ അങ്ങനെ അമ്പലമൊന്നുമില്ല, ആകാശ രൂപത്തിലാണ് അവിടെ പൂജ ചെയ്യുന്നത്. അതുപോലെ ആകാശലിംഗം, ചിദംബരേശ്വരൻ ആകാശലിംഗം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എവിടം വരെ പോയിരിക്കുന്നു ആ സങ്കല്പം നോക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ നമുക്ക് പൂജിക്കാം, അങ്ങനെയൊക്കെ ഭഗവാനെ കാണാൻ കഴിയണം. അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ആകാരത്തിൽ മാത്രമല്ല ഭഗവാനെ കാണേണ്ടത് എന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിമാര്, വൈദിക ഋഷിമാര് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ പറഞ്ഞ ഭേദങ്ങൾ മുഴുവൻ. പക്ഷെ ഒരു തെറ്റ് പറ്റിപ്പോകുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ ആരാധന ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, ഇങ്ങനെ ഒരു തത്വമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ക്ഷേത്രത്തിൻ്റെ, ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വിഗ്രഹ രൂപത്തിലുള്ള അലങ്കാരമൊക്കെ അണിഞ്ഞ് അതിസുന്ദരമായിട്ടുള്ള ദർശനം ചെയ്യുന്ന ആ രൂപത്തെ മാത്രം അങ്ങനെ തന്നെ
കാണാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അതല്ല ഇവിടെ തത്വോപദേശം എന്നാണ്. അപ്പോൾ ഈശ്വരൻ്റെ 3 ശക്തികൾ ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. മായയാകുന്ന 3 ശക്തി. മായയും ഈശ്വരനും വേറെയല്ല, ശിവനും ശക്തിയും വേറെയല്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് വേദാന്തത്തിൻ്റെ ഉപദേശം. അപ്പോൾ ചൈതന്യത്തിൻ്റെ ക്രിയാഭാവമാണ്, ആക്റ്റീവ് ഫോമാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എനർജിയും ആ ചൈതന്യവും കോൺഷ്യസ്നെസ്സും ഒന്നാണെന്നതാണ് ഭാവന. ഇപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് എനർജിയുടെ 2 വിഭാഗം ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ക്രിയയൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെയാണെന്ന് കരുതുക. ഏറ്റവും സത്തയായിരിക്കുന്ന, കാതലായിരിക്കുന്ന അതിൻ്റെ സ്വരൂപത്തെ ഈശ്വരൻ ചൈതന്യം എന്ന് പറയുന്നു. അത് ആക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ അതിനെ ശക്തിയുടെ വിശേഷമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ദേവന്മാരുണ്ടായി. ഈ ദേവന്മാരുടെ 3 ദേവന്മാർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദേവന്മാരുടെ എണ്ണം വേദത്തിൽ നോക്കുമ്പോൾ, ഇപ്പോൾ ഈ 33 കോടി എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വേദത്തിൽ ദേവതകളുടെ എണ്ണം നോക്കുമ്പോൾ, വേദത്തിലെ ദേവതകളുടെ പ്രത്യേകത ഈ സ്വാഹാകാരം ചെയ്ത് മന്ത്രം പറഞ്ഞിട്ടുള്ള ദേവതകളെയാണ് ദേവതകളെന്ന് വേദമന്ത്രങ്ങളിൽ പറയുക. ഇപ്പം ഇന്ദ്രായ സ്വാഹ, പ്രജാപതയെ സ്വാഹ എന്ന് മന്ത്രങ്ങളുണ്ട് അവിടെ, സ്വാഹാകാരം പറഞ്ഞിട്ട്. അതൊക്കെ ഓരോരോ ദേവന്മാരുടെ പേര് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെയുള്ള ദേവന്മാർ, വേദോക്തങ്ങളായിട്ടുള്ള ദേവന്മാർ എത്രയുണ്ട് എന്ന് വേദസംബന്ധമായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെത്രയാണെന്ന് ചോദിച്ചാൽ 33 ആണ്. വേദത്തില് സ്വാഹാകാര മന്ത്രത്തോടു കൂടി, ഇന്ദ്രായ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രത്തോടു കൂടി പറയപ്പെട്ടുള്ള ദേവതമാർ എത്രയാണ്? 33 ദേവന്മാരെ കുറിച്ചാണ് പറയുന്നത്. ത്രയത്രിംശത്തു ദേവാഹ എന്ന് പറയുന്നുണ്ട്. വേദത്തിൽ തന്നെ ആ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളാരും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെന്ന്, നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. എല്ലാം നേരത്തെ തന്നെ റിസർച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ തൈത്തരീയ ആരണ്യകത്തിൽ, വേദത്തിൻ്റെ യജുർവേദ ശാഖയായ തൈത്തരീയത്തിൻ്റെ ആരണ്യഭാഗത്തിൽ ത്രയത്രിംശത്വേവ ദേവാഹ, ത്രയത്രിംശ ഹവിർഭുജ, 33 ദേവന്മാരാണ് ഹവിസ് ഭുജിക്കുന്നത്. ഇത് തന്നെ ശങ്കരാചാര്യ സ്വാമിജികളും പിന്നെ വന്ന സായണാചാര്യന്മാരും ഒക്കെ ഇത് ആവർത്തിച്ച് പറഞ്ഞ് അതിനെ സമർത്ഥിച്ചിട്ടുണ്ട്. മീമാംസാ ദർശനം എന്നൊരു ദർശനശാസ്ത്രമുണ്ട്, നമുക്ക് കേട്ടിട്ടുണ്ടാവും. പൂർവമീമാംസ എന്ന് പറയും. ഭഗവാൻ വേദവ്യാസൻ്റെ സാമവേദ ശിഷ്യനായ ജൈമിനിയുടെ കൃതിയാണ് പൂർവമീമാംസാ ശാസ്ത്രം. അതിൽ 2224ഓളം സൂത്രങ്ങളുണ്ട്. വലിയ വിസ്തരിച്ചൊരു ഗ്രന്ഥമാണ്. വേദത്തിലെ കർമ്മകാണ്ഡം മുഴുവൻ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, അതിൽ എത്ര, ഈ പറഞ്ഞതുപോലെ എത്ര ദേവതയുണ്ട്, ആ ദേവതകളുടെ സ്വരൂപം എന്താണ്, കർമ്മത്തിൻ്റെ സ്വരൂപം എന്താണ്, എങ്ങനെ ചെയ്യണമെന്നൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിൽ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഗൃഹസ്ഥാശ്രമികളാണല്ലോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആർക്ക് അധികാരമുണ്ട്, അപ്പോൾ പുരുഷന് അധികാരമുണ്ടോ, സ്ത്രീക്ക് അധികാരമുണ്ടോ, എപ്പോഴാണ് പുരുഷന് അധികാരം, എപ്പോഴാണ് സ്ത്രീകൾക്ക് അധികാരം, ഇതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത് വേറൊരു വിഷയമാണ്. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 പേർക്കും സമാധികാരമാണ് കൊടുത്തിട്ടുള്ളത്. സ്ത്രീക്കും പുരുഷനും എല്ലാ പ്രവൃത്തികളിലും, വിവാഹം കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തികളിലും സമ അധികാരമാണ് വേദം കൊടുക്കുന്നത്. പ്രാതിനിധ്യം ചെയ്യുന്നതുകൊണ്ട്, പ്രതിനിധിയായിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മ വിഷയങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ദേവതാധികരണം എന്നൊരു ഭാഗമുണ്ട്. ദേവതകളെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. എത്ര ദേവതയുണ്ട്, എന്താണ് ദേവത എന്നൊക്കെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് ഋഗ്വേദ പ്രാതിശാഖ്യം എന്നൊരു ഗ്രന്ഥമുണ്ട്.
അതിലും ഇതിനെക്കുറിച്ച് വർണ്ണനയുണ്ട്. സംഘർഷകാന്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, മീമാംസയുടെ അനുബന്ധമായിട്ടുള്ളൊരു ഭാഗം. അതിലാണ് ദേവതകളെയും അതിൻ്റെ കണക്കുകളെയൊക്കെ കുറിച്ച് പറയുന്നത്. ആ സംഘർഷകാന്ഡം ഇത്രയും കാലം കുറേ കാലമായിട്ട് ഉപലബ്ധമല്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് തിരുപ്പതി സംസ്കൃത അവിടെ യൂണിവേഴ്സിറ്റി അവരത് കണ്ടെത്തി ആ ഗ്രന്ഥം അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദേവതകളുടെ സ്വരൂപവും ബാക്കി കണക്കും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അനുഷ്ഠാനങ്ങളും ചിട്ടകളും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ദേവതകൾ വേദത്തിലെ 33 ഇവിടെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചർച്ച നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുക, വേദത്തിൽ വിഗ്രഹാരാധന ഇല്ല എന്ന്, അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. വേദത്തിൽ വിഗ്രഹാരാധന ഇല്ല, ഈ വിഗ്രഹാരാധനയൊക്കെ പിന്നീട് വന്നതാണ്, ഇതൊക്കെ സ്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ളതാണ്, ഇതിഹാസ കഥകൾ കെട്ടിച്ചമച്ച് വിഗ്രഹ പൂജ തുടങ്ങിയെന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ടല്ലോ. വേദത്തിൽ വിഗ്രഹമില്ലാത്ത ദേവതകളാണ് എന്നുള്ള അങ്ങനെ ഒരു ചർച്ച ഇല്ലാണ്ടില്ല, അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ 33 ദേവന്മാര്, ഈ ദേവന്മാരൊക്കെ മന്ത്രസ്വരൂപികളാണ്. അശോക എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ നമ്മൾ ഇന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിലും എത്രയോ ദൂരെ അവർ ചിന്തിച്ച് അതിനൊക്കെ ഒരു സമാധാനം പറഞ്ഞു. അങ്ങനെ വാദിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെന്താണ്? ദേവന്മാര് വേറെ സ്വരൂപമൊന്നും ദേവന്മാർക്കില്ല. പിന്നെ എന്താ സ്വരൂപം? മന്ത്രസ്വരൂപികളാണ് ദേവന്മാർ. ഇപ്പൊ ഇന്ദ്രായ സ്വാഹ എന്ന് മന്ത്രം പറയുന്നുണ്ടല്ലോ, ഈ മന്ത്രം തന്നെയാണ് ഇന്ദ്രൻ എന്ന ദേവത എന്നൊരു കൂട്ടർ വാദിച്ചിരുന്നു ഒരു കാലത്ത്. അങ്ങനെ മീമാംസാ ദർശനത്തിൻ്റെ ഒരു പക്ഷത്തിൽ അങ്ങനെയുണ്ട്. പക്ഷേ വാസ്തവത്തിൽ അത് ശരിയല്ല. കാരണം നേരത്തെ പറഞ്ഞ മന്ത്രത്തിൽ ത്രയത്രിംശത്വേവ ദേവാഹ ത്രയത്രിംശത് ഹവിർഭുജ എന്ന് പറയുന്നുണ്ട്. ഹവിസ് ഭുജിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ദേവതകളുടെ ഒരു ആകാര വർണ്ണന വേദത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേവന്മാർക്കൊരു പ്രത്യേക ആകാരം പറയുന്നുണ്ട്. അങ്ങനെ ആകാരം പറയുന്നത് നമ്മുടെ മനുഷ്യാകാരവുമായിട്ട് ചേരുന്നതും എന്നാൽ അതിൽ കുറേ സവിശേഷതകളും ഒക്കെ ഉള്ളതായിരിക്കും. മനുഷ്യാകാരമായിട്ട് പുരുഷാകാരമായിട്ട് ചേരുന്നതും എന്നാൽ സവിശേഷതയോട് കൂടിയതൊക്കെ ആയിട്ടുള്ള വർണ്ണനയുണ്ട്. അപ്പം അതുകൊണ്ട് വിഗ്രഹരൂപം എന്ന് പറയുന്നത് വേദത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്നൊന്നും ഇന്ദ്രൻ്റെയോ പ്രജാപതിയുടെയോ അല്ലെങ്കിൽ അഗ്നിയുടെയോ മറ്റ് ദേവന്മാരുടെയോ ഒക്കെ വിഗ്രഹം ഉണ്ടാക്കി വച്ച് പൂജിക്കുന്ന രീതി ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷെ ദേവന്മാർക്ക് ആകാരമുണ്ട്, അവർക്കൊരു വിഗ്രഹ രൂപമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ, ബ്രഹ്മസൂത്ര ഭാഷ്യം കേട്ടിട്ടുണ്ടാവും, ബ്രഹ്മസൂത്രം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരാചാര്യ സ്വാമിജികളുടെ ഏറ്റവും ഉത്തമമായ മഹത്തായ വേദാന്ത ഭാഷ്യമാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം. ആ ഭാഷ്യത്തിൽ ദേവതാധികരണം എന്നൊരു അധികരണം അതിലും ഉണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ വരുന്ന ഭാഗത്ത് അവിടെ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ചില വാദികൾ വിഗ്രഹമില്ലാത്തവരാണ്, രൂപമില്ലാത്തവരാണ്, ആകാരമില്ലാത്തവരാണ് ദേവതകൾ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് ശരിയല്ല. ദേവന്മാർക്ക് വിഗ്രഹവത്വമുണ്ട്, ആകാരമുണ്ട് എന്ന് വ്യക്തമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ എന്തായി? വേദത്തിൽ ഈ 33 ദേവന്മാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് കൃത്യമാണ്, അതിൽ ഏതൊരു സംശയവും ഇല്ല. ആ 33 തന്നെയുള്ളത്. അപ്പോൾ ഈ 33 എങ്ങനെയാണ് ഇനി 33 കോടി ആയതെന്നല്ലേ അറിയേണ്ടത്? അപ്പോൾ അത് വളരെ സരളമാണ്. എന്നിട്ട് അവിടെ തന്നെ പറയുന്നത്
ഈ 33 ദേവന്മാർക്ക് അനന്തമായ ശക്തികളുണ്ട്. ഇപ്പോൾ ഒരു വിഷ്ണു ഭഗവാൻ എത്ര അവതാരം എടുത്തത്? 10 അവതാരം സാമാന്യ രീതിയിൽ, പിന്നെ വേറെ കുറേ അവതാരങ്ങളെല്ലാം കൂടെ 24 അവതാരമോ അതിൽ കൂടുതലോ. ഇപ്പോൾ ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും അവതാരങ്ങൾ വിഭൂതി യോഗത്തിലൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ. ഇതെല്ലാം എൻ്റെ രൂപമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷ്ണു ഭഗവാൻ തന്നെ എത്ര രൂപങ്ങളിൽ പൂജിക്കപ്പെടുന്നു? വിഷ്ണു ഭഗവാൻ ഈ 33 ദേവന്മാരിൽ പെടുന്ന ഒരാളാണെന്ന് വയ്ക്കാം, ഒരു ദേവതയാണ്. എത്രയോ രൂപങ്ങൾ വിഷ്ണു ഭഗവാൻ തന്നെയുണ്ട്. അങ്ങനെ രുദ്രഭഗവാനും ഉണ്ട്. അങ്ങനെ ഓരോരോ 33 ഓരോ ദേവതമാർക്കും അനേകം വിഭൂതികളുണ്ട് എന്ന് കൽപ്പിച്ച് ഓരോ ദേവതയ്ക്ക് കുറഞ്ഞൊരു കണക്ക് 1 കോടി വിഭൂതി എന്ന് കൽപ്പിച്ചു. വിഭൂതി എന്ന് പറഞ്ഞാൽ ശക്തികൾ. ഇന്ന് നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് സാധനയൊക്കെ ചെയ്ത് സിദ്ധന്മാരാകുന്നവർക്ക്, സിദ്ധരായിട്ടുള്ള മഹാത്മാക്കൾക്ക് തന്നെ എന്തെല്ലാം ശക്തിവിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട്, സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട്, വിശേഷ കഴിവുകൾ, അലൗകിക കഴിവുകൾ ഉണ്ടാവാറുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാണ്ട് തന്നെ ലോകത്തെ മുഴുവൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ പ്രവർത്തിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ശക്തിവിശേഷമുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ 33 ദേവന്മാരെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവന്മാരുടെ ശക്തിവിശേഷങ്ങളാണ്, ആകാരവിശേഷങ്ങളാണ് ഈ 33 കോടി. ഈ 33 കോടി ദേവന്മാരുടെ വർണ്ണനയിൽ കുറേ വിഭൂതികളുടെ വർണ്ണന പുരാണങ്ങളിൽ നിന്നാണ് പ്രാപ്തമാകുന്നത്. വേദത്തിലും ഉണ്ട്, എന്നാൽ പുരാണങ്ങളിലും അതത് രൂപത്തിലുണ്ട്. അപ്പോൾ ഏത് രൂപവും അവർക്ക് ധരിക്കാൻ കഴിയും, ഏത് ഭാവത്തിലും പ്രകടമാകാൻ കഴിയും. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നമ്മുടെ മുന്നിൽ പ്രകടമാകും. അപ്പോൾ അഗ്നിയുടെ തന്നെ ഒരു രൂപമാണ് വാക്ക്. ഇത് അഗ്നിയുടെ ഒരു ശക്തിവിശേഷമാണ്. അപ്പോൾ അഗ്നി വാഗ് രൂപത്തിലും പ്രകടമാകുന്നു, അഗ്നി തന്നെ പ്രകാശരൂപത്തിലും പ്രകടമാകുന്നു, അഗ്നി തന്നെ സൂര്യനും ചന്ദ്രനുമായിരിക്കുന്നു. ഇങ്ങനെ വിഭൂതികൾ, അവരുടെ തന്നെ ഗ്ലോറീസ് എന്ന് നമുക്ക് പറയാം. ഈ ഗ്ലോറീസ് ആണ് ഇത്രയും ദേവന്മാരുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു മതത്തില് ദേവന്മാരുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ആരും വിചാരിക്കരുത്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായ എണ്ണം നമുക്കുണ്ട് എന്ന് പറയാം. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ പറയേണ്ടത്, ഈ ദേവന്മാരും ഭഗവാന്മാരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതൊരു രഹസ്യമാണ്. ചിലവരെ ഭഗവാൻ എന്ന് വിളിക്കുന്നു, ചിലവരെ ദേവത എന്ന് വിളിക്കുന്നു, ദേവൻ എന്ന് വിളിക്കുന്നു. ചില മനുഷ്യരും സിദ്ധരാകുമ്പോൾ, അവർക്ക് വിശേഷ കഴിവുകളൊക്കെ വരുമ്പോൾ സിദ്ധരായിട്ടുള്ള മനുഷ്യരെയും ഭഗവാൻ എന്ന് വിളിക്കുന്നു. പിന്നെ അവതാരങ്ങളെന്നും വിളിക്കുന്നു. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ മനുഷ്യ അവതാരങ്ങളാണ്, മനുഷ്യ ദൈവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. മനുഷ്യ അവതാരങ്ങൾ, അല്ല ദേവതാ അവതാരങ്ങൾ മനുഷ്യരായിട്ട് വന്നു, പിന്നെ മനുഷ്യ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന അല്ല, അങ്ങനെയൊക്കെ വിരുദ്ധമായിട്ട് ചിന്തിക്കുമ്പോൾ അവരറിയാതെ പോകുന്നൊരു തത്വം, ഈ നമ്മുടെ വേദാന്തം പറയുന്ന ഇത്രയും വ്യാപകമായിട്ടുള്ള ആ ഒരു ജ്ഞാനം, അത് പ്രകടമാകുന്നത്, ബ്രഹ്മജ്ഞാനം എന്ന് തന്നെ കരുതാം, അത് പ്രകടമാകുന്നത്, പ്രത്യക്ഷമാകുന്നത് മനുഷ്യരുടെയാണ്. മനുഷ്യരാണ് അതിന് യോഗ്യര്. മറ്റു ജീവികൾക്കൊക്കെ പ്രത്യേക അവസരങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നു, അത് വേറെ കഥ. പക്ഷെ മനുഷ്യരിലൂടെയാണ് ഈ പറയുന്ന ജ്ഞാനം പ്രകടമാകുന്നത്. അതിന് യോഗ്യരായിട്ടുള്ളത് മനുഷ്യർ മാത്രമാണ്. കാരണം എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയിൽ ഐതരയോപനിഷത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ സൃഷ്ടി ചെയ്യുമ്പോൾ, ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുക, ആ സമയത്ത് പല പല രൂപങ്ങളും ഒക്കെ നോക്കി ട്രൈ ചെയ്തു. എന്തിനാ ട്രൈ ചെയ്തതെന്ന് ചോദിച്ചാൽ,
ഈ പറഞ്ഞ 4 പുരുഷാർത്ഥങ്ങളും സാധിക്കാൻ പറ്റുന്ന യോഗ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ തയ്യാറാക്കാൻ അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് ബുദ്ധിയൊക്കെ വെച്ച് അദ്ദേഹം ആലോചിച്ചു, പലതും ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ പറയാറുണ്ട്, കാരണം നമ്മൾ ട്രൈ ചെയ്തതിനെ കുറിച്ചൊരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി അറിയാം, മനുഷ്യരുണ്ടാക്കുന്നതിന് മുമ്പ് ഭഗവാൻ പല രൂപങ്ങളും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ പിന്നെ അവിടെ വർണ്ണിക്കുന്നുണ്ട് പശുവിൻ്റെ രൂപം, അശ്വത്തിൻ്റെ രൂപം. കാരണം അപ്പോൾ 2 കാലിൽ നിർത്തിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, 4 കാലിൽ നിർത്തിയൊക്കെ നോക്കി. പക്ഷേ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതൊന്നും ഫിറ്റായില്ല. കാരണം അതിലൊന്നും അത്രയും ബുദ്ധിയും കഴിവും ചിന്തന വിചിന്തനങ്ങളും ഒക്കെ ചെയ്ത് നിശ്ചയിക്കാനുള്ളതൊക്കെ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും അതിൽ നടക്കാതെ വന്നപ്പോൾ ടോട്ടലി എല്ലാം ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ചു, ഓരോന്നിനും ഓരോ സവിശേഷത കൊടുത്തു. പക്ഷെ അവസാനം ഈ മനുഷ്യൻ്റെ ആകാരം ഉണ്ടാക്കിയത്രേ. ഒരു കഥ രൂപത്തിൽ പറയുകയാണ്. മനുഷ്യൻ്റെ ആകാരം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ സക്സസ്ഫുള്ളാണ്. എന്താ കണ്ടെത്തിയത്? ഈ മനുഷ്യൻ്റെ ആകാരത്തിലെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും അതുപോലെ അതിലെ ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയപ്പോൾ എൻജിനീയറിങ് ചെയ്തപ്പോൾ അതിങ്ങനെ എഴിച്ചു നിർത്താൻ, നട്ടലിന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ എൻജിനീയറിംഗ് ആണ്, അല്ലേ? അപ്പോൾ സാമാന്യ എൻജിനീയറിംഗ് അല്ല അത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കി അപ്പോൾ ഇങ്ങനെ നട്ടല് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. നട്ടല് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നാൽ കാര്യം നടക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്താ കാര്യം? ഈ സൃഷ്ടികർത്താവായ ഭഗവാനെ തന്നെ അറിയാനുള്ള കഴിവ് ഈ സ്ട്രക്ചറിൽ, ഈ പിണ്ഡത്തിൽ, ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ അവസാനം പുരുഷോഭാവ സുകൃതം, പുരുഷോഭാവ സുകൃതം എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു അത്രേ. ഈ ശരീരം ഉണ്ടാക്കിയത് വളരെ നന്നായി, അതുകൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളും നമുക്കിനി ചെയ്യാൻ പറ്റും, ഇനി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലാബ് ഫാക്ടറി അടച്ചു. ഇനി അത് വേണ്ട, ഇതിപ്പോൾ ഉണ്ടാക്കിയത് മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ ശരീരത്തിൽ മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് കർമ്മയോനി എന്ന് പറയുന്നത്. നിങ്ങൾ ഭാഗവതമൊക്കെ കേട്ടിരിക്കുമല്ലോ. ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള വർണ്ണന ഇതിനെക്കുറിച്ചിട്ടുണ്ട്. ശരീരം, നമ്മുടെ ഈ ശരീരമാണ് കർമ്മയോനി. കർമ്മയോനി എന്ന് പറഞ്ഞാൽ പുതിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ശരീരത്തിലൂടെയേ ഉള്ളൂ. ഈ ശരീരമല്ലാത്ത ബാക്കി എല്ലാ ശരീരങ്ങളും ഭോഗയോനികളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ, അനുഭവിക്കാനേ പറ്റുള്ളൂ. പുതിയതൊന്ന് സൃഷ്ടിച്ച് പുതിയ രീതിയിലുള്ള ചിന്തനകൾ ചെയ്ത് ഓർത്ത് പ്ലാൻ ചെയ്ത് ചെയ്യാനൊന്നും പറ്റില്ല. ഇൻബോൺ ആയിട്ടുള്ള കഴിവുകൾ അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പുതിയ പ്ലാനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെല്ലാം പ്ലാനിങ്ങാണ് ചെയ്യുന്നത്, എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്, പുതിയ പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഭഗവാൻ സൃഷ്ടിക്കാൻ ഭഗവാന്റെ കഴിവ് എത്രയുണ്ടോ അത്രത്തോളം കഴിവുകൾ ഇവർക്കും കൊടുത്തു അത്രേ. എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റില്ല. ചില ജഗത്തിൽ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി കുറേ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം ഗുരുതരാകും. അതുകൊണ്ട് അത് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പെടുത്തിയിട്ട് മുഴുവൻ കഴിവ് കൊടുത്തു. എന്താ കഴിവ് കൊടുത്തത്? ഈ സൃഷ്ടികർത്താവിൻ്റെ സ്വരൂപം തന്നെ അറിയാനുള്ള കഴിവ്, അതായത് ഈശ്വരനെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തു. എല്ലാ തത്വങ്ങൾക്കും എല്ലാ ജ്ഞാനത്തിനും അടിസ്ഥാനമായ, എല്ലാ ജ്ഞാനത്തിൻ്റെയും ആധാരമായിട്ടുള്ള ആ സ്വരൂപജ്ഞാനത്തെ, ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കാനുള്ള കഴിവും കൊടുത്തു. അതുകൊണ്ടാണ് മനുഷ്യനാണ് ശരിക്കും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നത്. വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ പൊല്യൂഷനെ കുറിച്ച് സംസാരിച്ചു. ലോകത്ത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? പ്രകൃതിയെ നശിപ്പിക്കുന്നത്, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആരാണ്? നമ്മളല്ലേ? അത്രയെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം. അത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ വ്യക്തമായിട്ട് പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്. ഈ പുരുഷനുണ്ടല്ലോ, മനുഷ്യര്, പുരുഷോവാവ അക്ഷിതിഹി എന്ന് പറഞ്ഞാൽ
ഈ സൃഷ്ടിയെ നന്നാക്കി കൊണ്ട് നടക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യരാണ്. ഈ സൃഷ്ടിയെ മ്ലേച്ഛമാക്കുന്നത്, ഈ സൃഷ്ടിയെ നശിപ്പിക്കുന്നത്, അശുദ്ധമാക്കുന്നത്, തകർത്ത് കളയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും മനുഷ്യരാണ് എന്താ പറഞ്ഞത്. അപ്പോൾ മനുഷ്യർക്ക് ഇത്ര അധികം കഴിവുണ്ടോ? അപ്പോൾ അതിന് പറയുന്നത് ഈ മനുഷ്യർക്കുള്ള കഴിവ് എത്രയെന്ന് ചോദിച്ചാൽ അക്ഷിതിയാണത്രേ. അക്ഷിതി എന്ന് പറഞ്ഞാൽ അക്ഷയപാത്രം. മനുഷ്യർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ട് എന്ത് വേണോ അവർക്ക് ചെയ്യാൻ പറ്റും. അക്ഷയപാത്രം, അക്ഷിതിയാകുന്ന അത്ര അധികം കർമ്മങ്ങളും സംസ്കാരങ്ങളും ഈ മനുഷ്യർക്കുണ്ട്. അത് ഓരോ മനുഷ്യർക്കും ഉണ്ട്, ഓരോ വ്യക്തിക്കും ഉണ്ട്. അതുപോലെ ഈ സൃഷ്ടി ഉണ്ടാകുന്നതിന് കർമ്മം വേണമല്ലോ. കർമ്മം കൊണ്ടാണ് എല്ലാവരും സൃഷ്ടിക്കുന്നത്. എല്ലാവരെയും സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെയും പഞ്ചഭൂതങ്ങളെ ഉൾപ്പെടെ സൃഷ്ടി ചെയ്യുന്നത് ആരുടെ കർമ്മം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിൻ്റെ കർമ്മസിദ്ധാന്തം അനുസരിച്ച് മനുഷ്യരുടെ കർമ്മം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഈ സൃഷ്ടിയുടെ, മനുഷ്യരാണ് സൃഷ്ടിയുടെ കർമ്മസിദ്ധാന്തത്തിൻ്റെ മുഴുവൻ സ്രോതസ്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മനുഷ്യരിലാണ്. അതുകൊണ്ടാണ് ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതും മനുഷ്യരാണ്. ഈ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് ദുഃഖിക്കാൻ പോകുന്നതും മനുഷ്യരാണ്. മനുഷ്യരോട് കൂടെ കൂടിക്കൊണ്ട് മറ്റു ജീവികൾക്കും അത് അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും എല്ലാ ജീവികൾക്കും അനുഭവിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കാം. ലോകത്ത് എത്രയോ ഇത്രയും വലിയ ഭൂഖണ്ഡത്തിൽ എത്ര അധികം കാർബണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി പശുവും പട്ടിയും പൂച്ചയും ഒന്നും പൊല്യൂഷൻ സൃഷ്ടിക്കുന്നില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അവരുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് മാത്രമേ കാർബൺ പുറത്തേക്ക് വരുന്നുള്ളൂ. നിങ്ങൾക്കറിയുമോയെന്നറിയില്ല, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് പുറത്തേക്ക് വിടുന്ന കാർബണിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ ഈ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യന് ഇത്ര അധികം ഉത്തരവാദിത്വമുള്ളത്. മനുഷ്യൻ്റെ ഇത്ര വലിയ ഉത്തരവാദിത്വം നേരിട്ട് പറയുന്ന ഒരു ദർശനമാണ് വേദാന്ത ദർശനം. ഈ മുഴുവൻ സൃഷ്ടിയുടെ ഉത്തരവാദിത്വം മനുഷ്യനിൽ ഏൽപ്പിച്ചു. ബൃഹദാരണ്യ ഉപനിഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ വരുന്ന വാക്കാണിത്, പുരുഷോഭാവ അക്ഷിതിഹി. അതുകൊണ്ട് നമുക്ക് പല ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ അറിഞ്ഞ് നിറവേറ്റിയാൽ അത് തന്നെ സാധനയാകുകയും നമ്മുടെ ജീവിതത്തിലെ ഉന്നമനത്തിന് കാര്യമാകുകയും ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് ഭഗവാനും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ മനുഷ്യർക്ക് ഭഗവാനാകാം, മനുഷ്യർക്ക് അവതാരവുമാവാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യർക്ക് ഇത്രയധികം കഴിവുകളുണ്ട്. അപ്പോൾ അവതാരങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോഴും മനുഷ്യന്മാരുടെ രൂപത്തിൽ അവതരിക്കുന്നുണ്ട്. അതത് കാലങ്ങളിൽ ഇപ്പോൾ മത്സ്യകൂർമ്മ വരാഹം എന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാകുന്നത് മനുഷ്യരുടെ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോഴാണ്. അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. യഥാ യഥായി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യകം. അത്ര തന്നെയാണ് അവതാരത്തിൻ്റെ ഉദ്ദേശം. ആ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആ സമയം എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ അധർമ്മം വളരുകയും ധർമ്മം നശിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഒരു റിഫോമർ വരും. ആ റിഫോമർ വന്ന് ആ റിഫോം ചെയ്തു പോകും, ഒന്ന് വ്യവസ്ഥിതമാക്കി പോകും. അത് ശരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അതിനെയാണ് അവതാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ മനുഷ്യരിൽ ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. മനുഷ്യരിൽ ഒരാളെയോ അങ്ങനെ സെലക്ട് ചെയ്ത് അവരുടെ ഒരു കർത്തവ്യം ചെയ്തു പോകാം.
മനുഷ്യരിലെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഈ അവതാരമാക്കാൻ ഭഗവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരുടെ കുറേ ഗുണങ്ങളുണ്ടാവും. ആ മനുഷ്യന് ഒരു പ്രത്യേക ഗുണം ഉണ്ടാവും. അപ്പോഴാണല്ലോ സെലക്ട് ചെയ്ത. ക്വാളിഫിക്കേഷൻ വേണം, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പ്രത്യേക ഗുണം ഉള്ളതോടൊപ്പം തന്നെ മനുഷ്യ സഹജമായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ആൾക്കാർക്ക് ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്, അവതാരം എന്ന് പറയുമ്പോൾ ആൾക്കാരത് ദേവനാണ്, ദേവതയാണെന്ന് വിചാരിക്കും. മനുഷ്യൻ ഒരിക്കലും, മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ദേവതയാവാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നുണ്ട്. ദേവതയാവാൻ പറ്റില്ല. ദേവശരീരം, ദേവത എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പക്ഷെ മനുഷ്യനായിരിക്കെ മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേക ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക ഗുണം കൊണ്ട് അയാൾക്ക് ഈശ്വര നിശ്ചിതമായ ഒരു കാര്യം ചെയ്ത് ലോകത്തെ രക്ഷിക്കാൻ കഴിയും. അത് രക്ഷിക്കുമ്പോഴും അത് കംപ്ലീറ്റ് ആവില്ല. കാരണം എന്താണ്? ഈ മനുഷ്യ ശരീരത്തിലൂടെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് ഭഗവാൻ ചിലതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവർ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ അവതാരമായിരിക്കില്ല. അങ്ങനെയാണല്ലോ വരുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന കേൾക്കുന്ന അവതാരങ്ങളൊക്കെ അങ്ങനെയായിരിക്കുന്നു. ചിലവർ ജന്മനാ തന്നെ അവതാര രൂപത്തിൽ വരും. ചിലവർ ആദ്യഘട്ടത്തിൽ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുകയും പിന്നീട് അവരെ സെലക്ട് ചെയ്യുമ്പോൾ, ക്വാളിഫൈഡ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവരിലൂടെ ചില കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ആ സമയകാലങ്ങൾക്ക് യോജിതമായ രീതിയിൽ ചെയ്യുകയും ചെയ്യും. പിന്നീട് അവർ ഭഗവാനായി പൂജിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനൊരു സിസ്റ്റം കാണുന്നുണ്ട്. ഇത് ടോട്ടലി നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് മുഴുവനായിട്ടും അക്സെപ്റ്റഡ് ആണ്. കാരണം അങ്ങനെ സംഭവമാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് വേദവാക്യം തന്നെയുണ്ട്. ബ്രഹ്മത്തെ അറിയുന്ന ആൾ ബ്രഹ്മം തന്നെയാകും. ഇപ്പോൾ ഭഗവാൻ വേദവ്യാസൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിയാൽ, ഭഗവാൻ വേദവ്യാസൻ ആ സമയത്ത് അവതരിച്ചിരുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ കർത്തവ്യം അദ്ദേഹം നിറവേറ്റിയിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മുടെ സനാതന ധർമ്മം നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം വന്ന ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യമായ വേദവിഭാജനം എന്ന കർത്തവ്യം നിറവേറ്റി. അതിനോടൊപ്പം സാധാരണക്കാരെ, അതാണ് ഉദ്ദേശിക്കുക, സാധാരണക്കാരിലേക്ക് ധർമ്മം കൊണ്ടെത്തിക്കാനാണ് പുരാണങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ ഈ പുരാണങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്മൃതികളും വേദവ്യാസ ഭഗവാൻ രചിച്ചതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താവുമായിരുന്നു? ഒരു ബോധവും ഇല്ലാത്ത മനുഷ്യരായി ഏതോ ഒരു പണ്ട് നമ്മൾ അയൺ ഏജ്, സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്നത് പോലെ ബൗദ്ധികമായിട്ട് അങ്ങനെ പോകുന്ന ഒരു മനുഷ്യരായിട്ട് മാറുമായിരുന്നു. യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അത്യന്ത സ്വതന്ത്ര സ്വാർത്ഥ ജീവികളായിട്ട് മാറുമായിരുന്നു. സംയുക്തമായ ആരാധനയില്ല, സംയുക്തമായ വിഷയമൊന്നുമില്ല, അങ്ങനെയാവുമായിരുന്നു. അപ്പൊ അത് ഒരു അവതാരമായിരുന്നു. അത് കഴിഞ്ഞ് പിൽക്കാലത്തിൽ അതുപോലെ ആചാര്യന്മാർ, ശങ്കരാചാര്യ സ്വാമിജികൾ വന്നു. അദ്ദേഹം വന്ന് ചെയ്ത വലിയൊരു റിഫോമാണ്. അതുപോലെ ബുദ്ധ ഭഗവാനെയും അവതാരമായി കണക്കാക്കാൻ കാരണം അദ്ദേഹവും അത്തരത്തിൽ വന്ന് ലോകർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. കപില ഋഷി വന്നപ്പോൾ അദ്ദേഹവും ചെയ്തു. ഋഷിമാരുടെ പരമ്പരയിൽ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ആധുനിക യുഗത്തിലും അത്തരം മഹാസ്വാമിമാർ, സിദ്ധന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള അവതാര ഉദ്ദേശങ്ങളായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, പരസ്പരം കമ്പാരിസൺ ഇല്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും രണ്ടും അവതാരങ്ങളാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ജീവിത രീതി വേറെയായിരുന്നു. ശ്രീരാമൻ ഏകഭാര്യാവ്രതം തന്നെ ധരിച്ചു. ഒരേ ഭഗവാന്റെ അവതാരമാണ്. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനോ അങ്ങനെ വച്ചില്ല. കാരണം നോക്കിയപ്പോൾ ശ്രീരാമൻ വന്ന് പോയതിന് ശേഷമാണല്ലോ ശ്രീകൃഷ്ണൻ വന്നത്.
നോക്കിയപ്പോൾ ശ്രീരാമൻ ചെയ്ത നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നു. കാരണം ഏകഭാര്യ വ്രതം വയ്ക്കാതിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു, ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അവതാര ഉദ്ദേശം പൂർണ്ണമായില്ല എന്നല്ല, എന്നാൽ കുറെ കൂടെ വ്യാപകമാക്കാമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ എന്താണ്, ആർക്കൊക്കെയാണ് ഇഷ്ടം ഭാര്യ ആവാൻ അവരൊക്കെ ഭാര്യ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ഭാര്യയാക്കി. അങ്ങനെ വലിയ ഒരു കുടുംബം ഉണ്ടാക്കി. 1,16,000-ത്തിലധികം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ചേർന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. ഏതായാലും അത്ര വലിയ ഒരു കുടുംബമുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് കമ്പാരിസൺ ഇല്ല. രണ്ട് അവതാരങ്ങൾ തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് രണ്ടും രണ്ട് സിറ്റുവേഷനിൽ, രണ്ട് സമയങ്ങളിൽ സന്ദർഭം അനുസരിച്ചുണ്ടാകും. അപ്പോഴും ഓർക്കേണ്ടത്, ഈ അവതാരങ്ങളിലെല്ലാം മാനുഷികമായിട്ടുള്ള ഗുണദോഷങ്ങളും ഉണ്ടാവും. അത് മറക്കരുത്. കാരണം എന്താണ്, ഈ മനുഷ്യ ശരീരത്തിൽ വന്ന് ചെയ്യുമ്പോൾ മാനുഷികമായിട്ടുള്ള പുണ്യപാപങ്ങളും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അവര് മാനുഷികമായ രീതിയിൽ തന്നെ ജീവിക്കുന്നതായിട്ട് കാണും. അവതാര ഉദ്ദേശവുമുണ്ട്, അവതാരം എന്നുള്ള ഗുണവും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള ഗുണദോഷങ്ങളും ഉണ്ടാവും. അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള അവതാരവാദ പ്രക്രിയയെക്കുറിച്ച് നന്നായിട്ട് പുരാണങ്ങളിൽ സ്റ്റഡി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള എന്തുകൊണ്ട് അവതാരം, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെയുള്ള കാരണം. ഇത് വേദത്തിലുള്ളതാണ്. വേദത്തിൽ പലതരത്തിലുള്ള, നേരത്തെ പറഞ്ഞ ഓരോ വിഭൂതികളുടെ അവതാരങ്ങളും വർണ്ണനകളും ഒക്കെ അവിടെയും പറയപ്പെടുന്നുണ്ട്. കേനോപനിഷത്തിൽ ദേവിയുടെ അവതാരം ഉമാ ഹൈമവതി എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ അവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. യക്ഷന്റെ അവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ അവതാരങ്ങളായിട്ട് വരുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനികളാകുന്ന മനുഷ്യരെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അവരെ ഭഗവാൻ എന്ന് വിളിക്കും. ഭഗവാൻ എന്ന ഒരു ടൈറ്റിലാണ്. നമ്മളിപ്പോൾ ആചാര്യൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണല്ലോ. സ്വാമി എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. ബ്രഹ്മശ്രീ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. പ്രൊഫസർ എന്ന് പറയുന്നതും ഒരു ടൈറ്റിലാണ്. അതുപോലെ ഈ ഭഗവാൻ എന്ന ഒരു ടൈറ്റിൽ കൊടുക്കും. ആ ടൈറ്റിൽ കൊടുക്കാൻ ചില ലക്ഷണങ്ങൾ വേണം. ഇപ്പോൾ ഡോക്ടർ എന്ന് വിളിക്കണമെങ്കിൽ ഡോക്ടർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണം. ഒന്നീ MBBS MD ഒക്കെ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കണം, PhD എടുത്തിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ. അപ്പോൾ ഡോക്ടർ എന്നുള്ള പദം അവിടെ കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും. അതുപോലെ ഭഗവാൻ എന്ന പദം മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് വിഷ്ണു പുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉത്പത്തിം ച വിനാശം ച ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. അനേക ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരു ലക്ഷണമാണ് സംക്ഷിപ്ത രൂപത്തിൽ. ആരാണോ മനുഷ്യരിൽ ആരാണോ ഈ സൃഷ്ടിയുടെ ഉത്പത്തിയെ അറിയുന്നത്, ഉത്പത്തിഞ്ച വിനാശം, ഈ സൃഷ്ടിയുടെ ഉത്പത്തിയെയും വിനാശത്തെയും, ഈ ഭൂതങ്ങളുണ്ടല്ലോ, ജനിക്കുന്ന ജീവികൾ, പ്രാണികൾ, അവരുടെ കർമ്മത്തെയും കർമ്മഫലത്തെയും, നല്ല കർമ്മങ്ങൾ ഏതാണ്, ചീത്ത കർമ്മങ്ങൾ ഏതാണ്, പാപം എവിടെയാണ്, പുണ്യം എവിടെയാണ് എന്നൊക്കെയുള്ള വിസ്തരിച്ച വർണ്ണന, അതെല്ലാം അറിയുന്നത്. ഉത്പത്തിഞ്ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം, അവർക്ക് എങ്ങനെയാ ജന്മം ഉണ്ടാകുന്നത്. പിന്നെയോ വിദ്യാം ച അവിദ്യാം ച, എന്താണ് വിദ്യ, എന്താണ് ബ്രഹ്മജ്ഞാനം, എന്താണ് യഥാർത്ഥമായ ജ്ഞാനം, എന്താണ് അവിദ്യ, എന്താണ് ത്യാജ്യമായിട്ടുള്ള അവിദ്യ. ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആരാധ്യഭാവത്തിൽ ഭഗവാൻ എന്ന് വിളിക്കാം. അപ്പം നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ദ ഹയസ്റ്റ് ടൈറ്റിലാണ് എന്ത്, ഭഗവാൻ എന്ന്. അതിനപ്പുറം ടൈറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ശങ്കരാചാര്യർ സ്വാമിജികൾ നമ്മളൊക്കെ ഭഗവാൻ എന്ന് പറയും. വേദവ്യാസൻ, ഭഗവാൻ വേദവ്യാസൻ എന്ന് പറയും. അപ്പോൾ ഏറ്റവും വലിയൊരു ടൈറ്റിലാണ്. അതിന് കാരണം എന്താണ്, ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം.
പിന്നെയും 2-3 ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി. അതിൻ്റെ സംക്ഷേപ രൂപം ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ ഭഗവാൻ എന്ന് ടൈറ്റിൽ കിട്ടിയ ഒരാള് ഒരിക്കലും ദേവതയാവില്ല. ദേവശബ്ദം പ്രയോഗിക്കും. കാരണം ദേവശബ്ദം ആദരാർത്ഥം പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. രാജാക്കന്മാരെ ദേവൻ എന്ന് വിളിക്കാറുണ്ട്. ദേവൻ എന്ന ശബ്ദം ഉപയോഗിക്കും. പക്ഷെ ദേവതാ ശബ്ദം ഉപയോഗിക്കുമ്പോൾ, ദേവനെന്നും ദേവത എന്നും ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവരൊക്കെ ഭഗവാനെന്ന് മാത്രം പറഞ്ഞ് ഉപയോഗിക്കും. അവർക്ക് അമ്പലങ്ങൾ ഉണ്ടാകാം, അവർക്ക് പൂജിക്കാം, അവരെ ആരാധിക്കാം, അവരെ ഉപാസിക്കാം, ഒക്കെ ചെയ്യാം. അതിനുവേണ്ട വിധി കർമ്മങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഭഗവാന്മാരെന്ന് ഒരിക്കലും ദേവത ആകില്ല. ആ ഡിഫറൻസ് ഉണ്ട്. ദേവത പിന്നെ ആരാണ്? ദേവതകള് എത്രയാണ് എന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 33 ഉണ്ടല്ലോ വേദത്തിൽ പറഞ്ഞ, ആ 33 ദേവതകൾക്ക് മാത്രമാണ് സ്വാഹാകാര മന്ത്രമുള്ളത്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത് നമ്മുടെ മൊത്തം ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു സീക്രട്ടാണ്. അപ്പം അതിൽ ഈ 33 ദേവന്മാരെ പറഞ്ഞിരിക്കുന്നത്, സ്വാഹാകാര മന്ത്രമുള്ള ദേവന്മാരെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവർ മാത്രമാണ് ദേവത. അതിൻ്റെ എണ്ണം കൂടുകയുമില്ല, കുറയുകയുമില്ല. ബാക്കി വരുന്നവരൊക്കെ ഭഗവാന്മാരാണ്. ഭഗവാന്മാർ ഈ പറഞ്ഞ പോലെ ആർക്കും ആവാം. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അതേപോലെ സാധന ചെയ്ത് തയ്യാറായാൽ ഭാവിയിൽ ഭഗവാൻ എന്ന പദം സ്വീകരിക്കുന്നവരാവും. ആ ലക്ഷണങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ ജ്ഞാനം ഉണ്ടായാൽ, ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ ആർക്കുമാകാം. അതിനൊരു തെളിവാണ് ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഇഷ്ടദൈവമാണ് ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ, പത്മനാഭസ്വാമി ഒക്കെ രൂപത്തിൽ, പല രൂപത്തിൽ ശ്രീകൃഷ്ണൻ്റെ രൂപം നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണായ സ്വാഹ എന്ന് മന്ത്രം വേദത്തിലില്ല. ശ്രീകൃഷ്ണായ സ്വാഹ എന്ന മന്ത്രം വേദത്തിൽ ഇല്ലാത്തത് കൊണ്ട് ശ്രീകൃഷ്ണായ സ്വാഹ എന്ന മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഹാകാര അനുസരിച്ചിട്ടുള്ള കർമ്മവിധിയിൽ അവിടെ ദേവതാപദം ഉണ്ടാകില്ല. ദേവതയല്ല. ശ്രീകൃഷ്ണൻ ഒരു ദേവതയാണ് എന്ന് എവിടെയും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ദൈവമാണെന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നതാണ്, ദൈവമാണെന്ന് പറയുന്നു. അത് വേറെ ഭാഷയിൽ പറയുന്ന രീതിയാണ്. പക്ഷെ ടെക്നിക്കലി ശ്രീരാമനും ശ്രീകൃഷ്ണനും പരശുരാമനും അല്ലെങ്കിൽ ഈ അവതാരങ്ങളിൽ എണ്ണപ്പെട്ടവരൊന്നും ദേവത ഇതിൽ പെടുന്നവരല്ല. അവതാരങ്ങളാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. വിഷ്ണു ഭഗവാൻ ദേവതയാണ്. കാരണം വിഷ്ണവേ സ്വാഹ എന്ന് മന്ത്രമുണ്ട്. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ഈ 33 പെടുന്നതാണ്. പക്ഷെ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള, മനുഷ്യരായിട്ട് അവതരിച്ചിട്ടുള്ള രൂപങ്ങളെ ഒന്നും ദേവതയുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല, ഭഗവാന്റെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുധർമ്മത്തിൽ ദേവതമാർക്കും അമ്പലങ്ങളുണ്ട്, അവതാരങ്ങൾക്കും അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാന്മാർക്കും ക്ഷേത്രങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ മന്ത്രങ്ങളും ആരാധനകളും കർമ്മവും ഒക്കെ, യാഗവിധികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അത് സംബന്ധമായിട്ടുള്ള വിഭൂതിയെ നോക്കി ആ ദേവതയുടെ രൂപത്തിൽ ആണ് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ വിധി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ വർണ്ണിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന ആ ഒരു വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ദേവൻ, ഒരു ഈശ്വരനിൽ നിന്ന് എങ്ങനെയാണ് ഈ വിഭാഗങ്ങൾ ഉണ്ടായതെന്നുള്ള അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രമമാണ് ഈ പറഞ്ഞു വെച്ചത്. ഇനി ഈ ദേവന്മാരെ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിച്ചാൽ നമുക്ക് അധികം ഫലം ഉണ്ടാവുമല്ലോ. കാരണം ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ്. രാമായണ മാസം വരുമ്പോൾ ശ്രീരാമനെ ആരാധിക്കും. പിന്നെ എന്താ പറയുക, കൃഷ്ണാഷ്ടമി വരുമ്പോൾ കൃഷ്ണനാകും. ദേവിയുടെ നവരാത്രിയൊക്കെ വരുമ്പോൾ ദേവി പൂജയാകും. കാരണം എന്താണ്, നമുക്ക് എല്ലാവരിൽ നിന്നും ഫലം വേണമെന്നുണ്ട്. അപ്പോൾ എവിടെയാണ് സ്ഥിരമായിട്ട് നിൽക്കേണ്ടതെന്നൊരു ഉറപ്പില്ല.
കാരണം അവിടെ പോയാൽ ഇവര് പ്രശ്നം ഉണ്ടാക്കിയാലോ, ഇനി വിഷ്ണുവിനെ ആരാധിച്ചാൽ ഇനി ശിവൻ എന്താ പറയുന്നത് അനുഗ്രഹിച്ചില്ലെങ്കിലോ. അപ്പോൾ ശിവരാത്രി വരുമ്പോൾ ശിവനെയും എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്താനാകാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൂജാമുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ഭഗവാന്മാർ കാണും. വലിയ കൺഫ്യൂഷനാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അത് വെച്ചാൽ ഒന്നും അറിവില്ലായിരുന്ന സമയത്ത് എന്ന് വെച്ചോളൂ, ഈ പൂജാമുറിക്കകത്തൊക്കെ ഇവിടെ തറവാട്ടിലൊക്കെ കയറിയിട്ട് അവിടെ ചോദിക്കുമ്പോൾ, അവിടെ അച്ഛനൊക്കെ പൂജ ആയിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് ഇതിൻ്റെ ഒരു, എങ്ങനെയാണ് ഇത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക. ഇപ്പോൾ തിരി കാണിക്കുമ്പോൾ അദ്ദേഹം പറയും ഇവിടെ നിന്ന് തുടങ്ങണം, അതാണ് ഗണപതി, ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇങ്ങനെ കാണിച്ച് 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 അവസാനം അത് പിന്നെ ഒരു ശീലമാവും. പിന്നെ എവിടെയൊക്കെ കാണിക്കണം നമുക്കറിയില്ല, കുറേ ഉണ്ടല്ലോ, എല്ലാവരെയും കാണിക്കണം. അങ്ങനെ ഒരു സ്ഥിതി നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നമാണത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്തി മാറ്റുക, ഓരോ സീസൺ വരുമ്പോൾ സീസണൽ ഭക്തി ഉണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു മൊത്തം ഒരു കൺഫ്യൂസിങ് ആണ്. അപ്പം അതിനാണ് നമുക്ക് തത്വജ്ഞാനം വേണ്ടത്. ഈ പറഞ്ഞ 33 കോടി ഈശ്വരന്മാരെയും ഒറ്റ ആരാധന കൊണ്ട് ആരാധിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ വ്രതങ്ങളും നിങ്ങൾ ചെയ്തോളൂ, ഏതൊക്കെ വ്രതങ്ങൾക്ക് ഇഷ്ടമാണോ അതൊക്കെ ചെയ്തോളൂ. ഇപ്പോൾ കൃഷ്ണാഷ്ടമിക്ക് വ്രതം ചെയ്തു, ശിവരാത്രിക്ക് വ്രതം ചെയ്തില്ല എങ്കിൽ ശിവൻ കോപിക്കുന്നാണല്ലോ നമ്മുടെ ഭയം. അപ്പോൾ ശിവരാത്രിക്കും ചെയ്യും, കൃഷ്ണാഷ്ടമിക്കും ചെയ്യും. അപ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ല, അപ്പോൾ ഒരു സമാധാനം, രണ്ടുപേർക്കും ചെയ്തു, അപ്പോൾ രണ്ടുപേരുടെയും കോപം നമുക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല അതിൻ്റെ തത്വം. അങ്ങനെ ചെയ്യുന്നതിൽ ദോഷമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ദിവസവും ഓരോ വ്രതം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്, പുണ്യമുണ്ടാകും എന്നൊക്കെ ഉറപ്പാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റയ്ക്ക് ഒരു പ്രയോഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ നമ്മളാൽ ചെയ്യപ്പെടേണ്ട നിത്യകർമ്മങ്ങളുണ്ട്. നിത്യകർമ്മങ്ങളൊന്നും കേട്ടിട്ടിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഗൃഹസ്ഥരാണല്ലോ അധികമായിട്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്ന് വയ്ക്കുക. അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൻ്റെതായിട്ട് പറഞ്ഞിട്ടുള്ള നിത്യകർമ്മങ്ങളുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന നിത്യകർമ്മങ്ങളുണ്ട്. അതിൽ പഞ്ചമഹായജ്ഞങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പേര്? പഞ്ചമഹായജ്ഞങ്ങൾ. ബാക്കി കുറേ കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ ഗൃഹസ്ഥരുടെ കർമ്മങ്ങളുടെ സിദ്ധാന്തത്തിൻ്റെ നമ്മളൊരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ വലിയ ഒരു പെട്ടിയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എല്ലാം കൂടെ കാച്ചി കുറുക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരമെടുത്താൽ അത് പഞ്ചമഹായജ്ഞങ്ങളിൽ വരും. ഈ പഞ്ചമഹായജ്ഞങ്ങൾ, നിത്യകർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ, അതിൻ്റെ വിധിവത്ത് വേണ്ട ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദേവനും കോപിക്കില്ല. നിങ്ങൾ അതത് വ്രതങ്ങൾ ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു കോപവും ഉണ്ടാവില്ല. ദേവന്മാർ മാത്രമല്ല, ദേവന്മാരും കോപിക്കില്ല, പിതൃക്കളും കോപിക്കില്ല, മറ്റ് ഭൂതങ്ങളും കോപിക്കില്ല, പ്രേതങ്ങളും കോപിക്കില്ല. പിന്നെ മറ്റ് നമ്മൾ എന്താ പറയുന്ന നാട്ടിലൊക്കെ ഇല്ലേ പല തലത്തിലുള്ള പിന്നെ ഈശ്വരന്മാരൊക്കെ ഇല്ലേ, ആരും കോപിക്കില്ല. നിത്യകർമ്മം. അതുകൊണ്ടാണ് സ്വേ സ്വേ കർമ്മണ്യ അഭിരത എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ലാതെ ഒരിക്കലും നമുക്ക് ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദൈവം ഏത് എന്ന് ചോദിച്ച് നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും. കാരണം നമ്മൾ പല പല ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ദൈവങ്ങൾ മാറും, ഓരോ സ്ഥലത്തും ദൈവങ്ങളുടെ മാറ്റമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആരാധനമൂർത്തി പറയേണ്ടി വരും. ഒരു സത്യമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഇവിടെ വിരോധമില്ല. ഈ വിരോധമില്ലായ്മയെ ഓരോ പുരാണവും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഭാഗവതത്തിൽ ഉടനീളം പറയുന്നുണ്ട്, വിഷ്ണു ഭക്തനായിട്ട് ശിവവിരോധിയായാൽ അയാളുടെ വിഷ്ണു ഭക്തി നഷ്ടപ്പെടും. ശിവപുരാണം എടുത്ത് നോക്കിയാൽ ശിവപുരാണത്തിൽ പലവട്ടം പറയുന്നുണ്ട്, എൻ്റെ ഭക്തരായിട്ട് വിഷ്ണുവിനെ ആരാധിക്കാതിരുന്നാൽ അത് ശരിയല്ല എന്ന്. അവിടെ അവർ നല്ല കോംപ്രമൈസിലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, അവർ തമ്മിൽ കോംപ്രമൈസിലാണ്. പക്ഷെ ഭക്തർ വരുമ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ഗ്രൂപ്പിസം ഉള്ളത് കാരണം എല്ലാവരെയും നമ്മൾ ഗ്രൂപ്പിൽ പെടുത്തും. ഈ ഗ്രൂപ്പിൽ പെടുത്താതെ മനസ്സിലാക്കാനുള്ള സിസ്റ്റം നമുക്കറിയില്ല. അപ്പോൾ അതിനുള്ളതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ. ഇപ്പം ഞാൻ ഇനി ശേഷിച്ച ഒരു 10 മിനിറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്
പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് ഒരു ചോദ്യം ഉണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാം. അത് നമ്മൾ അനുഷ്ഠിക്കണം. അത് എപ്പോഴും നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് സാധന സാമഗ്രികളോ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ സിമ്പിളാണ്. അത് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ സനാതനധർമ്മത്തിൻ്റെ സ്വകർമാനുഷ്ഠാനം എന്നതിൻ്റെ അടിസ്ഥാനമായി. എന്നാൽ അതനുഷ്ഠിക്കാതെ ഗൃഹസ്ഥാശ്രമം എന്ന ആശ്രമത്തിൻ്റെ ധർമ്മമാണെന്നാണ് പറയുന്നത്. ആ ധർമ്മം അനുഷ്ഠിക്കാതെ, ഇപ്പം ഞാൻ സന്യാസിയാണെങ്കിൽ ഞാൻ സന്യാസിയുടെ ധർമ്മം അനുഷ്ഠിക്കാതെ, സന്യാസി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്യാസി ഭിക്ഷ എടുക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ പിന്നെ നിത്യകർമ്മങ്ങൾ സന്യാസിയുടെ എന്താണ്, എന്ത് ജപം ചെയ്യണം, എത്ര ജപം ചെയ്യണം. നമുക്ക് ജപം ചെയ്യേണ്ട കണക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയന്നു പോകും. അത്രയും ജപം ഒരു ദിവസം ചെയ്യണം. അത് ഒരു നേരമാണ് ഭിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഒരു നേരം പൂർണ്ണ ആഹാരം കഴിക്കുകയും ബാക്കി സമയം അല്പാഹാരമായിട്ട്, അതായത് പഴങ്ങളോ ഇങ്ങനെയൊക്കെ കഴിക്കാനോ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ 2, 3, 4 സമയമൊക്കെ കഴിക്കേണ്ടി വരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ കഴിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അഷ്ടൗ ഗ്രാസ മുനേർഭക്ഷ്യ, കേവലം 8 ഗ്രാസം 8 ഉരുള മാത്രമാണ് നമുക്ക് ഭക്ഷിക്കാൻ വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ഭക്ഷിച്ച് ജീവിച്ചാൽ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ശരീരമൊക്കെ നല്ല മെലിഞ്ഞ് നല്ല ശരീര ആരോഗ്യമൊക്കെ ആയിട്ട് ഇരിക്കും. അഷ്ടൗ ഗ്രാസ മുനേർഭക്ഷ്യ. 12 ആരണ്യവാസിന, വാനപ്രസ്ഥികളാണെങ്കിൽ 12 ഉരുള കഴിക്കാം, കുറച്ച് കൂടുതലാണ്. 23 ഗൃഹസ്ഥാന, ഗൃഹസ്ഥരാണെങ്കിലോ അവർ മൂക്കുമുട്ട കഴിക്കാൻ പാടില്ല. പിന്നെയോ 32 ഉരുളയോളം കഴിക്കാം. അപ്പം നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഊണ് ഒന്ന് എണ്ണി നോക്കുക. 32 ഉരുള, 23 ഗൃഹസ്ഥാനം. എന്നാൽ ബ്രഹ്മചാരിയാണെങ്കിൽ, പഠിക്കുന്ന കുട്ടിയാണ്, വളരുന്ന കുട്ടിയാണെങ്കിൽ യഥേഷ്ടം ബ്രഹ്മചാരിയാണ്. കുട്ടികൾ പിന്നെ അത്രയല്ലേ കഴിക്കുള്ളൂ, എത്ര കഴിച്ചാലും അത്രയും കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് യഥേഷ്ടം കഴിക്കാം, അവർക്ക് കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് കണക്കുള്ള നമുക്കാണ്. എപ്പോഴാ 8 ഉരുളയെ കഴിക്കാൻ പാടും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭിക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് മതി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭിക്ഷ തരുന്നവർ വിചാരിക്കുക അത് സ്വാമിജിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ശരീരമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ വിചാരിക്കും ഒരുമാതിരി കഴിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ വിളമ്പുക. പക്ഷേ ഇങ്ങനെ ഒരു കഠിന നിയമമുണ്ട്. 8 ഉരുളയൊന്നും നമ്മൾ നോക്കാറില്ല, എങ്കിലും 8 ഉരുള നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയുമേ ഭക്ഷിക്കാവൂന്നു. പിന്നെ അത് കഴിഞ്ഞ് ശേഷിച്ച ഭാഗത്ത് കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് സമാധാനമായിരിക്കുക. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ആശ്രമത്തിനും ഓരോ അവസ്ഥയ്ക്കും നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അനുഷ്ഠിക്കുമ്പോഴാണ്, ഇപ്പം ഞാൻ ആ നിയമങ്ങൾ അനുഷ്ഠിക്കാത്ത ഒരാളെങ്കിൽ ഞാനൊരു സന്യാസിയാവുന്നില്ല. അല്ലാതെ വസ്ത്രം ധരിച്ചത് കൊണ്ടോ മാല ഇട്ടത് കൊണ്ടോ വിഭൂതി തേച്ച്, അതൊക്കെ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് മാത്രം കൊണ്ടാകുന്നില്ല, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്തിരിക്കണം. അപ്പോഴാണ് അതിൽ ഉണ്ടാകുന്ന പ്രയോജനം. ഈ സന്യാസം സ്വീകരിച്ചത് കൊണ്ട് നേരത്തെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുവല്ലോ, അപ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ മാനസികമായ ഗുണങ്ങൾ, ശാരീരികമായ ഗുണങ്ങൾ, ആത്മചിന്തനം ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിയുടെ അവസ്ഥ, ഇതൊക്കെ ആ ആചാരങ്ങൾ പാലിക്കുന്നത് കൊണ്ട് സിദ്ധമാകും. അങ്ങനെ ചെയ്താൽ ഒരിക്കലും നമുക്ക് തെറ്റുകൾ സംഭവിക്കില്ല, നമ്മളാൽ പാപങ്ങൾ സംഭവിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്. അതുപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ വരുമ്പോൾ അവർക്ക് ഈ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ മറ്റെന്ത് പാലിച്ചാലും ഈ 5 എണ്ണം പാലിച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ചിട്ടയായി എന്നർത്ഥം. ഇപ്പം നമ്മൾ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണ്? ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർത്തവ്യങ്ങളായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്, 1, ഗൃഹസ്ഥാശ്രമിയായാൽ പൈസ സമ്പാദിക്കുക, ധനസമ്പാദ്യം ചെയ്യേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ധർമ്മമാണ് ധനം സമ്പാദയേത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ധനം സമ്പാദിക്കുക, അത് വേണം. കാരണം വ്യവസ്ഥയൊക്കെ നോക്കണമല്ലോ, അതിന് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ 2ാമത്തെ ധർമ്മം എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തുക. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സമ്പാദിക്കാതിരുന്നത് എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും കുട്ടികളെ വളർത്താനും ആയിട്ട് ധനം സമ്പാദിക്കണം. അപ്പോൾ ഇതൊക്കെ ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. കുട്ടികൾ വളർത്തേണ്ടത് എപ്പോൾ വരെയാണ്? ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ധർമ്മമായിട്ട്, നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട്, കർത്തവ്യമായിട്ട് ഒരു അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തേണ്ടത്, കുട്ടികൾ വളർന്ന് അവർ പഠിച്ച് അവർ വിവാഹിതരായി വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. ശരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും പിന്നെ കുട്ടികളെ വളർത്തേണ്ട ആവശ്യമില്ല. അവർ പിന്നെ സ്വയം
തൊഴിൽ കണ്ടെത്തി, അവർ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അപേക്ഷയൊക്കെ കൊടുത്ത് തൊഴിൽ കണ്ടെത്തി സ്വയം മുന്നിലേക്ക് പോക്കാറ്. അത്രയും വരെ ഡ്യൂട്ടി ഉണ്ട്. അവരുടെ അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതായത് ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ നമ്മൾ സമ്പാദിച്ചത് ഒരു വിഹിതമായിട്ട് നമ്മുടെ സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ അവർക്ക് കൊടുക്കാം. അത് നമ്മുടെ സ്വത്ത് എന്നുള്ളത് പൈതൃകമായ സ്വത്ത്. അതിലും പറയുന്നത് പൈതൃകമായ സ്വത്ത് എന്നാണ്. അതായത് പൈതൃകം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ സമ്പാദിച്ചു വെച്ച ആ സ്വത്ത് തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും നിശ്ചിതമായിട്ട് കൊടുക്കണം. എന്നാൽ അച്ഛനമ്മയും പിന്നീട് സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് സമ്പാദിച്ച സ്വത്ത്, ഇതൊക്കെ നമ്മുടെ അനുശാസ്ത്രത്തിനുള്ള നിയമങ്ങളാണ്, വ്യവസ്ഥയാണ്. ഹിന്ദു ലോ എന്ന് പറയുമല്ലോ, ഹിന്ദു ലോയിലുള്ളതാണിത്. അങ്ങനെ സ്വയം സമ്പാദിച്ച സ്വത്തുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ സമ്പാദിച്ചതാണ്, അതായത് പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അത് യഥേഷ്ടം ചെയ്യാവുന്നതാണ്. അത് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ മക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതെടുത്ത് എവിടെയെങ്കിലും ദാനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അത് ദാനം ചെയ്യാം. പക്ഷേ പൈതൃകമായ സ്വത്ത് വിറ്റ് ദാനം ചെയ്യാൻ പാടില്ല, അത് പാപമാണ്. പൈതൃകമായി ലഭ്യമായത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതൊരു മൂലധനമായിട്ട് വച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അതിനെ തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 ഏക്കർ ഭൂമി പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു, അതിൽ നിന്ന് ഒരു 2 ഏക്കർ വിറ്റ് നമ്മൾ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബിസിനസ്സിൽ നിന്ന് പൈസ സമ്പാദിച്ച് ഈ 2 ഏക്കർ ഭൂമി കൂടെ ചേർത്ത് 10 ഏക്കർ തന്നെ പൈതൃകമായിട്ട് വച്ച് അത് മകനോ മകൾക്കോ കൈമാറാം. അതൊരിക്കലും സ്വന്തമാണ് എന്ന് കരുതി വിറ്റ് മുടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പാപമാണ്. അത് കൃത്യമായിട്ട് മകൾക്കോ കൊടുക്കണമെന്ന് നിയമമുണ്ട്. എന്നാൽ സ്വയം സമ്പാദിച്ചത് യഥേഷ്ടമാണെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കൊടുക്കും, കൊടുക്കാതെ നമുക്ക് എവിടെയെങ്കിലും ദാനം ചെയ്യണമെന്ന് തോന്നിയാൽ കുറച്ചതിൽ നിന്ന് ദാനം ചെയ്യാം എന്നാണ്. ഹിന്ദു ലോയിൽ ഇപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ അതിൽ അറിയുന്ന സിവിൽ വക്കീലുമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അതിന് അങ്ങനെ ആ ഒരു വ്യവസ്ഥയുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള, എല്ലാവർക്കും അറിയില്ല, പക്ഷേ ആ വ്യവസ്ഥയുണ്ട്. കാരണം ഈ ഹിന്ദു ലോയുടെ വ്യവസ്ഥ വച്ചിരിക്കുന്നത് ഭഗവന്ത ഭാസ്കരം എന്ന ഒരു ശാസ്ത്രഗ്രന്ഥമുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന വ്യവസ്ഥകളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അതിൽ വ്യവഹാരമയൂഖം എന്ന ഒരു ഭാഗമുണ്ട്. വ്യവഹാരമയൂഖം എന്നാ പറയുക. ഓരോ മയൂഖങ്ങളായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. മയൂഖം എന്ന പ്രകാശം എന്നാണ് അർത്ഥം. ഈ വ്യവഹാരമയൂഖം എന്ന ടെസ്റ്റാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. പിന്നെ സ്മൃതികൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഹിന്ദു ലോയുടെ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതുപോലെ അനുസരിക്കുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമമാകുക. അപ്പോൾ ഈ ഭക്തിയും ഭാവവും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും 5 ആചാരങ്ങൾ നോക്കിയിരിക്കണം. 5 ആചാരത്തിൽ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ഇങ്ങനെയാണ് 5 യജ്ഞങ്ങളുള്ളത്. അതെന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ഋഷിയജ്ഞം എന്ന് പറഞ്ഞാൽ നമുക്ക് വിധിച്ചിട്ടുള്ള പ്രകാരം സ്വാധ്യായം ചെയ്യുക. അതായത് നമുക്ക് അറിയാവുന്നത് പോലെ നമ്മുടെ ഗ്രന്ഥങ്ങൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതെപ്പോൾ ചെയ്യണം? എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, ദിവസവും ചെയ്യണം. ഈ യജ്ഞങ്ങൾ, ഈ 5 യജ്ഞങ്ങൾ ദിവസവും ചെയ്യേണ്ടതാണ്. നിത്യകർമ്മമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ദിവസവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ദിവസവും നമുക്കിപ്പോൾ രാമായണമോ മഹാഭാരതമോ പുരാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ഭഗവത്ഗീതയോ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ടും സ്വാധ്യായം ചെയ്തിരിക്കണം. അങ്ങനെ സ്വാധ്യായം ചെയ്യുമ്പോൾ നമ്മുടെ പരമ്പരയുടെ ഋഷിമാർ, അതായത് ഗോത്ര ഋഷിമാർ, പ്രവര ഋഷിമാർ, ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ പരമ്പരയിൽ വന്ന ഋഷിമാർ, അവർ തൃപ്തരാകുകയും ആ ഋഷിമാരുടെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിശുദ്ധി ഉണ്ടാകുകയും നമുക്കും നമ്മുടെ സന്തതികൾക്കും നല്ല ബുദ്ധി വൈഭവം ഉണ്ടാകുകയും ചെയ്യും. അതായത് ബൗദ്ധികമായ ജ്ഞാനത്തിന്. ഇന്നിപ്പോൾ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ടെൻഷൻ ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന് നമ്മൾ പലപ്പോഴും ഈ പരിഹാരങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ആൾക്കാർക്ക്. അവർ ചെയ്തപ്പോൾ അതിന് ഫലം കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ രാവിലെ എഴുച്ചിരുന്ന് ഈ മന്ത്രങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് തോന്നുമ്പോൾ ഒരു സാധാരണ കാര്യമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ്
വളരെ വലുതാണ്. അപ്പോൾ നിത്യവും സ്വാധ്യായം ചെയ്യുക, ഗീതയുടെ കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലുക. ഇനി സംസ്കൃതം ചൊല്ലാൻ കഴിയില്ലെങ്കിൽ മലയാളത്തിലുള്ളത് ചൊല്ലിയാലും മതി. ഭാഗവതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, അത് ചൊല്ലാം. ജ്ഞാനപ്പാന പോലുള്ള ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്, അതൊക്കെ ചൊല്ലാം മലയാളം അറിയുന്നവർക്ക്. പക്ഷെ നിത്യവും കൃത്യമായ സമയത്ത്, അത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് രാവിലെ 2 നേരവും ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ 1 നേരമെങ്കിലും ചെയ്തിരിക്കാം. പക്ഷെ മൊബൈലിൽ വച്ചിട്ട് പാട്ട് കേട്ടാൽ ശരിയാവില്ല. കാരണം ഇത് പലപ്പോഴും ഇപ്പം നമ്മളോട് ചോദിക്കുന്നു, ഇമ്മീഡിയറ്റ്ലി ആൾക്കാർ ചോദിക്കുന്നൊരു ചോദിച്ചാൽ അത് മൊബൈലിൽ വെച്ച് കേട്ടാലും മതിയാവില്ലേ? കാരണം മൊബൈലിൽ വെച്ച് അത് ഓൺ ചെയ്തിട്ട് അവർക്ക് വേണ്ട ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് മൊബൈൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ആ വിഷ്ണുദാസനാമം ചൊല്ലി, ആരാ ചൊല്ലിയത്? മൊബൈലാണ് ചൊല്ലിയത്. പക്ഷെ വിഷ്ണുദാസനം ചൊല്ലിയെന്ന് പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല. ഇത് നമ്മൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വാഗുകൊണ്ട് തന്നെ ചൊല്ലണം. ഇതിനെ ബ്രഹ്മയജ്ഞം എന്നാ പറയാ. പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾക്ക്, കഴിഞ്ഞുപോയ പിതൃപരമ്പരയ്ക്ക് വേണ്ടി അവരോടുള്ള ശ്രദ്ധയും ഭക്തിയും. ആ ശ്രദ്ധയും ഭക്തിയും എന്തുകൊണ്ടാണ്? കൃതജ്ഞതാഭാവത്തിലാണ്. ഒരു കൃതജ്ഞതാഭാവം. ഇപ്പൊ നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങൾ നമുക്ക് സഹായമായിട്ട് കിട്ടിയാലും നമ്മൾ താങ്ക്സ് പറയാറുണ്ടല്ലോ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാവത്തിൽ ദിവസവും നമ്മുടെ പരമ്പരയിലുള്ള നമുക്ക് ഓർക്കാൻ പറ്റുന്ന പിതൃക്കളൊക്കെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അർപ്പണം ചെയ്യുക. അതിന് തർപ്പണം എന്നൊക്കെ പറയാറുണ്ട്. ജലം അർപ്പിക്കുക, പുഷ്പം അർപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിൽ നമുക്കറിയാവുന്നതുപോലെയൊക്കെ. അപ്പം അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ നമുക്കിവിടെ സമയമില്ല. അതറിയാവുന്നതുപോലെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്നവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പിതൃക്കളെ നിത്യവും ഓർമ്മിക്കുകയും അവരെയും നമസ്കരിക്കുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മുടെ പിതാവുമായിട്ട് നമ്മൾ അത്ര ശരിയല്ലായിരുന്നു, അവർ തമ്മിൽ തെറ്റിലായിരുന്നു. കാരണം ഇപ്പോൾ ഡൈവോഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വേറെ ആയിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബയോളജിക്കലി നമ്മുടെ പിതാവും മാതാവുമാണെങ്കിൽ അവർ നമ്മുടെ ശത്രുവായത് കാരണം കൊണ്ട്, നിമിത്തം കൊണ്ട്, ഏതെങ്കിലും നിമിത്തങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ആവുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഇനി കോർട്ടിൽ പോയാലും ശരി, പിതാവ് പിതാവാണ്, മാതാവ് മാതാവാണ്. അതായത് ബയോളജിക്കലിയും ടെക്നിക്കലിയും അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ. ശത്രു ആണെങ്കിലും അദ്ദേഹത്തിനെ നമസ്കരിക്കണം എന്നർത്ഥം. അവിടെ ത്യജിക്കുന്ന ഭാവം വരുന്നില്ല. കാരണം ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ആർക്കാ നമ്മൾ തർപ്പണം ചെയ്യണം? നമ്മൾ അയാൾക്കെതിരായിട്ട് കേസ് കൊടുത്ത ആൾക്കാരാണ്, എങ്ങനെയാ തർപ്പണം ചെയ്യുക എന്നൊക്കെ പറയും. അത് കേസ് കൊടുത്തത് ലീഗലി അത് വേറൊരു പ്രോസസ്സ്. പക്ഷേ നമ്മുടെ ബയോളജിക്കലി പിതാവാണെങ്കിൽ ആ പിതൃത്വം നമ്മുടെ ഉള്ളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ DNA നമ്മളിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിൽ ഉള്ളത് കൊണ്ട് ആ കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഇത് 2ാമത്തെ യജ്ഞം. 3ാമത്തെ യജ്ഞം ദേവയജ്ഞം എന്നാണ് അറിയപ്പെടുന്നത്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ദേവന്മാർ. ഈ പദ്ധതിയിലാണ് ഈ കുലദൈവങ്ങൾ ഉണ്ടായത്. കാരണം ഒരു ദേവതയെ ദിവസവും പൂജിക്കണം എന്നുണ്ടായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് ഓരോ ഗ്രാമങ്ങളും ദൂരെ ദൂരെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് വടക്കുന്നാഥനെ പോയിട്ട് പൂജിച്ച് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാര്യങ്ങളായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അന്നത്തെ കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ ഓരോ കൂട്ടുകുടുംബത്തിനും ഓരോ ദേവതകൾ ഉണ്ടായി. അവരുടെ പരമ്പരയിലും കഥയിലും ഒക്കെ വരുന്നതായിട്ടുള്ള അവരുടെ പൂർവികർ പൂജിച്ചതായിട്ടുള്ള ദേവതയുണ്ട്. അങ്ങനെയാണ് കുലദൈവതം ഉണ്ടായത്. അപ്പോൾ കുലദൈവതം ഉണ്ടെങ്കിൽ കുലദൈവതത്തിൽ തുടങ്ങണമെന്നാണ്. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുലങ്ങളിൽ ഏതെങ്കിലും കുലദൈവത ഉണ്ടെങ്കിൽ ദേവതാ നമസ്കാരം പറയുമ്പോൾ കുലദൈവത നമസ്കാരത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഏത് കർമ്മത്തിനും അങ്ങനെയാണ്. പണ്ടൊക്കെ വിവാഹങ്ങളും നല്ല മംഗളകർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം പോയിട്ട് കുലദേവത പൂജ ചെയ്തിട്ട് വേണം പിന്നെ മംഗളകാര്യങ്ങളൊക്കെ നിശ്ചയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ ആചാരങ്ങൾ. അതൊക്കെ ഇതിൻ്റെ കാര്യമായിട്ടാണ്. അപ്പോൾ 3ാമത് ദേവപൂജനം. ദേവപൂജനമാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ ആരതിയും പൂജയൊക്കെ ചെയ്യുന്നത് ദേവപൂജനമാണ്. ഇത് 3മായി. പിന്നെ ഉള്ളതാണ് ഭൂതയജ്ഞം. 4ാമത്തതാണ് ഭൂതയജ്ഞം. ഭൂതം എന്ന് പറയുമ്പോൾ ഭൂതപ്രേതങ്ങളല്ല. ഭൂതം എന്ന് പറയുമ്പോൾ മനുഷ്യരല്ലാത്ത പ്രാണികൾ. ഇത് ഗൃഹസ്ഥരുടെ ഒരു വലിയ ധാർമ്മികമായ കർത്തവ്യമാണ്. നമ്മൾ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, പ്രധാനമായിട്ടും അന്നം ഉണ്ടാക്കുമ്പോൾ, ഉച്ച സമയത്ത് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ, പിന്നെ മറ്റേതൊക്കെ അല്പാഹാരത്തിൽ പെടുന്നത് കൊണ്ട് അതും ചെയ്യാം. പക്ഷേ അന്നത്തിലാണ് മുഖ്യമായിട്ട് ചെയ്യേണ്ടത്, പ്രധാന ഭക്ഷണം എന്നുള്ള രീതിയിൽ. അന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അന്നം വേണ്ട രീതിയിലെല്ലാം തയ്യാറായി കഴിഞ്ഞാൽ, ആ അന്നത്തെ മറ്റു പ്രാണികൾക്ക് വേണ്ടി ഭക്ഷിക്കുന്നതിന് മുമ്പ് കൊടുക്കണം.
ഗൃഹനാഥൻ ഭക്ഷിക്കുന്നതിന് മുമ്പ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം നന്നായിട്ട് ഭക്ഷിച്ച് ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലാക്കി, എന്നാൽ ഇത് പൂച്ചയ്ക്കും പട്ടിക്കും കാക്കയ്ക്കും എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇടും. ഇത് ഭൂതയജ്ഞം ആവില്ല. കാരണം അതിനൊരു അനാദരവുണ്ട്. കാരണം അത് ലോഭത്തിൻ്റെ മറ്റൊരു കാരണമാണ്. കാരണം ഉണ്ടാക്കിയതെല്ലാം ഭക്ഷിച്ചു, തീർന്നു പോയാൽ പിന്നെ ഇല്ല. തീർന്നില്ല എങ്കിൽ, അതിനി ഭക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പുറത്തിടും. അപ്പോൾ എന്താണ്, പുറത്തിട്ടാൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞ് പുറത്തിടും. അപ്പോൾ ഭക്ഷിച്ചതിൻ്റെ മുഴുവൻ ഫലവും വേണം, പുറത്തിടുന്ന പുണ്യവും വേണം. അത്രയും ലോഭം. അങ്ങനെ പാടില്ല. ഭൂതയജ്ഞം ചെയ്യേണ്ടത് ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഭഗവാനെ, ഈ അന്നം എൻ്റെ ഐശ്വര്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നന്നായി വരട്ടെ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറയേണ്ട കാര്യങ്ങളാണ്, വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ആ പ്രാർത്ഥനയൊക്കെ മനസ്സുകൊണ്ട് ചെയ്ത് അതിൽ നിന്ന് ഒരന്നം, ഒരു ഭാഗത്ത് ഒരു അന്നം എടുത്ത് ഒരു പാത്രത്തിലോ ഒരു ഇലയിലോ വെച്ച് അത് പുറത്തു കൊണ്ട് മറ്റ് പ്രാണികളെ സങ്കല്പിച്ചിടുക. അതിലേത് പ്രാണി വന്നും കഴിക്കും. എറുമ്പ് കഴിക്കും, കാക്ക കഴിക്കും, എന്ത് വന്ന് കഴിച്ചാലും അത് ഭൂതബലിയാണ്. അങ്ങനെ ഇട്ട് ഒരു പ്രദക്ഷിണം ചെയ്ത് എല്ലാ പ്രാണികളെയും എല്ലാ ജീവജാലങ്ങളെയും ഭഗവാന്റെ സ്വരൂപം എന്ന രീതിയിൽ നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരമായിട്ട്, ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ പോയി പരിഹാരം ചെയ്യാറുണ്ടല്ലോ, അത്തരം പരിഹാരങ്ങളൊന്നും ആവശ്യം വരില്ല. അത്രയും വലിയൊരു ഭാവമാണ് നമ്മുടെ മനസ്സിൽ ഈ ഭൂതയജ്ഞം ചെയ്യുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ഭൂതയജ്ഞം ചെയ്യുക. പിന്നെ അവസാനത്തെ യജ്ഞം, ഇതൊക്കെ ചുരുക്കി പറഞ്ഞതാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനൊന്ന് വ്യവസ്ഥിതമാക്കുക. അവസാനത്തെ യജ്ഞം നൃയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം എന്നാ പറയുക. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു അതിഥിക്ക് ആഹാരം കൊടുക്കുക. അതിനെയാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു രീതിയുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉച്ചസമയത്ത് ഭക്ഷണമൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് അവിടെയൊക്കെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവർ ആ ദിക്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് പ്രത്യേക സ്ഥാനത്തിരുത്തി ഇലയൊക്കെ ഇട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഗൃഹനാഥൻ കഴിക്കുകയുള്ളൂ. ഈ 5 യജ്ഞങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമേ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പോഴാണ് ആ യജ്ഞം പൂർണ്ണമാകുക. ഇനി നമുക്ക് ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളുണ്ട്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് ഒരു വ്യവസ്ഥിതമാക്കി അതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയാൽ ഇതൊക്കെ സാധ്യമാണ്. കാരണം ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്തപ്പോൾ ഗൃഹനാഥൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ ഗൃഹനാഥയെ, ഭാര്യയെ ഇതിന് റെസ്പോൺസിബിൾ ആക്കാം. കാരണം ഭാര്യ സ്വാഭാവികമായിട്ടും ഗൃഹനാഥൻ്റെ വാമഭാഗമാണ്. അത് അവർക്കെല്ലാം ചെയ്യാൻ പറ്റും പ്രതിനിധിയായിട്ട്. അപ്പോൾ എല്ലാം അത് ചെയ്തതിന് ശേഷമാണ്, അതിഥി പൂജനം ചെയ്തതിന് ശേഷമാണ് കഴിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. കൃത്യമായിട്ട് അതിഥി പൂജനം ചെയ്യുമായിരുന്നു. ഒരു അതിഥിയെ കിട്ടിയില്ല എങ്കിൽ അന്നത്തെ ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ ഒരു 11:30-12 മണിയാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ആരെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇന്നിപ്പോൾ വീടുകളുടെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയുക? അകത്ത് പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്ന് കാണാം, അല്ലേ? ഏതെങ്കിലും ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമോ? അതിഥി എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് തയ്യാറാക്കി പട്ടിയൊക്കെ കെട്ടണം, കൂട്ടിലിടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം തയ്യാറാക്കിയിട്ട് വണ്ടിയായിട്ട് വന്ന് അങ്ങനെയുള്ള ഒരു അതിഥി എന്നല്ലേ പറയുക. നമുക്ക് പരിചയമില്ലാത്തവർ, നേരത്തെ അറിയിക്കാത്തവർ, അതിഥികളിൽ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ സേവകരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ആവാൻ പാടില്ല. അവരെയൊന്നും അതിഥികളുടെ എണ്ണത്തിൽ കൂട്ടൂല. നമുക്ക് അറിവില്ലാത്ത ഒരാളായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അതിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കാരണം ഈ പട്ടിയുടെ ബോർഡ് വയ്ക്കുന്ന കാരണം സാമാന്യം ആരും അവിടെ വരാനില്ല, ഭിക്ഷക്കാർ പോലും വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദിവസവും ഏതെങ്കിലും സ്ഥലത്ത്, അത്തരം സ്ഥലങ്ങളുണ്ടല്ലോ, ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഭക്ഷണം നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അവിടെ കൊണ്ട് വിതരണം ചെയ്യുക. പലപ്പോഴും പലരുമൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അനാഥാലയങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അവിടെ കൊണ്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം വന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ എത്ര മഹത്തായ കാര്യം നോക്കും.
ഇതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെയാണ് നമ്മുടെ അതിഥി ദേവോ ഭവ എന്ന ഭാവന ഇവിടെ ഉണ്ടായത്. അത് ആര് വന്നാലും അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ പഞ്ചാബിലും ഗുജറാത്തിലും അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം, രാവിലെ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി പൊതികളിലാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വിതരണം ചെയ്യും. നമ്മളിവിടെ ട്രെയിനിൽ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങി കഴിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസയും ചിലവാകാണ്ട് ഓരോ റെയിൽവേ സ്റ്റേഷനിലും ആ സമയാസമയങ്ങളിൽ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, അവർ ഈ അതിഥി പൂജയ്ക്ക് വേണ്ടി, കാരണം തീർച്ചയായിട്ടും അതിഥികളാണല്ലോ അവർ പോകുന്നത്, വീട്ടിൽ വരുന്നില്ല എന്നേ ഉള്ളൂ, അവർക്ക് കൊണ്ട് ഭക്ഷണം വിതരണം ചെയ്തിട്ടായിരിക്കും അവർ ഭക്ഷണം ഭക്ഷിക്കുക. ഇങ്ങനെ 5 യജ്ഞങ്ങൾ ഗൃഹസ്ഥരുടെ പ്രധാന കർമ്മങ്ങളാണ്. അതിലൊന്നു മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കുക എന്നുള്ളത്. ബാക്കിയൊക്കെ അതിനോട് ചേർത്ത് പറയുന്നു. അപ്പോൾ അയ്യോ സമയം അധികമായി. ഇതിൽ ചോദ്യവും കുറച്ച് വിസ്തരിച്ച് പറയേണ്ടതാണ്. അപ്പോൾ നാളെ പറയാം, കാരണം കൂടുതൽ സമയമെടുത്താൽ നിങ്ങൾക്കൊക്കെ മടങ്ങി പോകേണ്ടതുണ്ട്. അപ്പോൾ നാളെയാണ് നമ്മുടെ സമാപന ദിവസം അല്ലേ? നാളെയാണ് സമാപിക്കുന്നത്. അപ്പോൾ ശേഷിച്ച കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.